السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وأصحابه أجمعين. أما بعد، اللهم لا علم لنا إلا ما علمتنا، اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറെ സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിനാൽ അവൻ്റെ ഭവനങ്ങളിൽ ഒന്നിലാണ് നമ്മൾ ഈ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സഹവാസം, ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ ഇബാദത്തായി, അമലായി നമ്മിൽ നിന്നും സ്വീകരിക്കുമാറാവട്ടെ. ഇഹലോകവും പരലോകവും ഒരുപോലെ നേടിയെടുക്കുന്ന സത്യവിശ്വാസികളിൽ പറയുന്ന എന്നെയും കേൾക്കുന്ന നിങ്ങളെയും റബ്ബ് സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, നല്ല സഹവാസം, നല്ല കൂട്ടുകെട്ട് എന്നതാണ് ഈ ചുരുങ്ങിയ സന്ദർഭത്തിൽ, അതിനെക്കുറിച്ചാണ് എന്നോടെന്നതുപോലെ ഏതാനും ചില കാര്യങ്ങൾ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്താനുള്ളത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അൽ ഇൻസാൻ, മനുഷ്യൻ എന്ന് പറഞ്ഞാൽ തന്നെ അവൻ മറ്റുള്ളവരോട് അടുക്കാൻ, കൂട്ടുകൂടാൻ താൽപ്പര്യപ്പെടുന്ന ഒരു ജീവിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരുമായി സഹവസിക്കേണ്ടി വരും, കൂട്ടുകൂടേണ്ടി വരും, കൂടിച്ചേരേണ്ടി വരും. അവിടെ അള്ളാഹുവിൻ്റെ ദീൻ ചില കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. അത് ചെറുതാവട്ടെ വലുതാവട്ടെ, ആണാവട്ടെ പെണ്ണാവട്ടെ, എല്ലാവരും ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങൾക്ക് ഉള്ളിലായിക്കൊണ്ടായിരിക്കണം സഹവാസം നിലനിർത്തേണ്ടത്, അത് മുന്നോട്ട് കൊണ്ടുപോവേണ്ടത്. കാരണം ഒരു മനുഷ്യനെ ഇത്രയേറെ സ്വാധീനിക്കുന്ന മറ്റൊരു കാര്യവുമില്ല കൂട്ടുകെട്ട് പോലെ, സഹവാസം പോലെ. നമ്മുടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അതിമഹത്തായ ഒരു ഉദാഹരണം ആ വിഷയത്തിൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. കൂട്ടുകെട്ട് എന്നത് പൊതുവെ രണ്ട് രൂപത്തിലായിരിക്കും ഉണ്ടാവുക. അതിനെക്കുറിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, മസലുൽ ജലീസി സ്സാലിഹി വസ്സൗഇ കഹാമിലിൽ മിസ്കി വനാഫിഖിൽ ഖീർ. നല്ല കൂട്ടുകാരന്റെയും ചീത്ത കൂട്ടുകാരന്റെയും ഉദാഹരണം കസ്തൂരി ചുമക്കുന്നവന്റെയും ഉലയിലൂതുന്ന കൊല്ലന്റെയും ഉദാഹരണമാണ്. രണ്ട് ഉദാഹരണങ്ങൾ അവിടുന്ന് പറയുകയാണ്. നല്ല കൂട്ടുകാരനാണെങ്കിൽ, ചീത്ത കൂട്ടുകാരനാണെങ്കിൽ ഈ രണ്ടാലൊരു അവസ്ഥയാണ്. എന്നിട്ട് അവിടുന്ന് വിശദീകരിക്കുന്നു, ഫഹാമിലുൽ മിസ്ക്, കസ്തൂരി ചുമക്കുന്നവൻ അഥവാ കസ്തൂരി വിൽപ്പനക്കാരനായ ഒരു കൂട്ടുകാരൻ ഒരുവൻ, ഇമ്മ അൻ യുഹ്സിയക വഇമ്മ അൻ തബ്തഅ മിൻഹു വഇമ്മ അൻ തജിദ മിൻഹു റീഹൻ തയ്യിബ. ഒന്നല്ലെങ്കിൽ അവൻ നിനക്ക് വെറുതെ തരും, ഹദിയയായി നിനക്ക് തരും. അതല്ലെങ്കിൽ ആ കസ്തൂരിയിൽ നിന്ന്, ആ സുഗന്ധദ്രവ്യത്തിൽ നിന്ന് നിനക്ക് അവനോട് പണം കൊടുത്ത്, പൈസ കൊടുത്ത് വാങ്ങിക്കാം. ഇനി അവൻ വെറുതെ തന്നില്ല, നിനക്ക് പണം കൊടുത്ത് വാങ്ങാനും സാധിച്ചില്ല, നീ അങ്ങനെ വാങ്ങിയിട്ടുമില്ല
എങ്കിലും അവനിൽ നിന്ന് അവന്റെ ആ നല്ല സുഗന്ധം നിനക്ക് ലഭിക്കും. വനാഫിഖുൽ ഖീർ, എന്നാൽ നേരെ തിരിച്ച് മോശമായ കൂട്ടുകാരന്റെ ഉദാഹരണം അവിടുന്ന് പറഞ്ഞത് നാഫിഖുൽ ഖീർ, ഉലയിലൂതുന്ന കൊല്ലന്റെ ഉപമയാണ്. ഉലയിലൂതുന്ന കൊല്ലന്റെ ഉപമ എന്ന് പറഞ്ഞാൽ ഇമ്മ അൻ യുഹ്രിഖ സിയാബക്, ഒന്നല്ലെങ്കിൽ അയാളുടെ അടുത്ത് നീ ചെന്ന് നിന്നു കഴിഞ്ഞാൽ അയാളിങ്ങനെ അയാളുടെ പണിയെടുക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ ഉലയിലിങ്ങനെ ഊതുന്ന സന്ദർഭത്തിൽ അതിന്റെ തീപ്പൊരി പാറി നിന്റെ വസ്ത്രം അതിന് തീ പിടിക്കും, അതിന് തീപ്പൊരികൾ പാറും. വഇമ്മ അൻ തജിദ റീഹൻ ഖബീസതൻ, അതുമല്ലെങ്കിൽ അയാളിൽ നിന്ന് നിനക്ക് കിട്ടുക അയാളുടെ ദുർഗന്ധമായിരിക്കും. വിയർത്ത് അധ്വാനിച്ച് അയാളുടെ ശരീരത്തിൽ നിന്നും ഒലിക്കുന്ന ആ വിയർപ്പിന്റെ ഗന്ധമായിരിക്കും, ദുർഗന്ധമായിരിക്കും നിനക്ക് ലഭിക്കുക. സഹോദരങ്ങളെ, സഹോദരിമാരെ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ ഉദാഹരണം എത്ര മനോഹരമാണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എത്ര സത്യമാണിത്. നല്ല ഒരു കൂട്ടുകാരന്റെ ഉദാഹരണം ഇതുപോലെയാണ്. സുഗന്ധദ്രവ്യം, കസ്തൂരി, അതൊന്നല്ലെങ്കിൽ ഇടയ്ക്കിടെ തന്നുകൊണ്ടിരിക്കും, അതല്ലെങ്കിൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം. ഇനൊന്നും അല്ലെങ്കിൽ അവൻ അടുത്ത് വന്ന് നിന്നാൽ ആ നല്ല മണം അതുണ്ടാകും. ഇതുപോലെയാണ് നല്ല കൂട്ടുകാരൻ. ഒന്നല്ലെങ്കിൽ അയാൾ നിനക്ക്, നിന്റെ കൂട്ടുകാരൻ, നിന്റെ കൂട്ടുകാരി നല്ല കാര്യങ്ങൾ നീ ചോദിക്കാതെ തന്നെ പറഞ്ഞു തരും. നീ ചോദിക്കൊന്നും വേണ്ടതില്ല. നിന്റെ അവസ്ഥകൾ കണ്ട് നിന്നെ മനസ്സിലാക്കി നിനക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിനക്ക് ഓർമ്മപ്പെടുത്തി തരും, പറഞ്ഞു തരും. ഇനി അതുമല്ലെങ്കിൽ ഒരു വിഷയമുണ്ടായാൽ, ഒരു കാര്യമുണ്ടായാൽ പോയി ചോദിക്കാം, ഇങ്ങനെ ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്യണം, എന്താണതിൽ ഞാൻ എടുക്കേണ്ട നിലപാട് എന്നിങ്ങനെയുള്ള അഭിപ്രായങ്ങൾ ചോദിക്കാം. ഇനി ഒന്നുമല്ലെങ്കിൽ, പ്രത്യേകിച്ചൊന്നും ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടില്ല, അങ്ങോട്ടൊന്നും ചോദിച്ചിട്ടില്ല എങ്കിൽ കൂടി നല്ലത് മാത്രമേ പുറത്തേക്ക് വരികയുള്ളൂ. നല്ല സംസാരം, നല്ല വാക്കുകൾ, നല്ല ചിന്തകൾ, നല്ല ഓർമ്മപ്പെടുത്തലുകൾ. ഇത് സഹോദരങ്ങളെ വളരെ വ്യക്തമാണിത്. അതനുഭവിച്ചറിയാൻ നമുക്ക് സാധിക്കും. നല്ല കൂട്ടുകാരാണ് നമ്മോടൊപ്പം ഉള്ളതെങ്കിൽ, നമ്മുടെ കൂട്ടുകാർ നല്ല കൂട്ടുകാരാണെങ്കിൽ. നേരെ തിരിച്ചു നോക്കൂ, ഉലയിലൂതുന്ന കൊല്ലനാണെങ്കിൽ, അതുപോലെയുള്ള ജോലി ചെയ്യുന്ന ഒരാളുടെ ഉദാഹരണം എന്തുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതെന്ന് നോക്കൂ. അയാൾ ഉലയിലൂതുമ്പോൾ അയാളുടെ ആ ഊത്തിന്റെ അടിസ്ഥാനത്തിൽ തീപ്പൊരികൾ തെറിക്കും. വെൽഡിങ്ങിന്റെ ജോലി ചെയ്യുന്ന ആളുകളെ കാണാം, അതല്ലെങ്കിൽ അതുപോലെയുള്ള ഇങ്ങനെ കൊല്ലപ്പണി ചെയ്യുന്ന ആളുകളുടെ അടുത്തു പോയി നിന്നാൽ ആ തീപ്പൊരി ഇങ്ങനെ പാറുന്നതായി കാണാം. അത് നമ്മുടെ ശരീരത്തിലേക്ക്, നമ്മുടെ വസ്ത്രത്തിലേക്ക് പറ്റിപ്പിടിക്കും, പാറിപ്പിടിക്കും. അങ്ങനെ വസ്ത്രം നശിച്ചു പോവാൻ, വസ്ത്രം കത്തിപ്പോവാൻ അത് കാരണമാകും. ഇതുപോലെയാണ് ഒരു മോശമായ കൂട്ടുകാരൻ. അയാളുടെ നാവിൽ നിന്ന്, വായയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഓരോ വൃത്തികേടുകളും, മോശമായ കാര്യങ്ങളും, ഹറാമായ ചിന്തകളും, അതുപോലെയുള്ള കാര്യങ്ങളും നമ്മുടെ വസ്ത്രം നശിപ്പിക്കുന്നത് പോലെ, അതല്ലെങ്കിൽ അതിനേക്കാൾ അപകടകരമായി നമ്മുടെ ജീവിതം തന്നെ നശിപ്പിക്കും. ഇൻഷാ അല്ലാഹ് അത് വിശദീകരിക്കും ഓരോന്നും. ഇനി അതുമല്ലെങ്കിലോ, ഇനി അത്തരം തീപ്പൊരി പാറിയിട്ടില്ലെങ്കിൽ കൂടി മോശമായത് മാത്രമേ അവനിൽ നിന്നും അവളിൽ നിന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. നല്ലത് പ്രതീക്ഷിക്കാൻ സാധിക്കുകയില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ഹദീസ് വളരെ അടിസ്ഥാനമാണ്. കൂട്ടുകാരെ തിരിച്ചറിയാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന മഹത്തായ ഒരു ഹദീസാണിത്. മറ്റൊരു ഹദീസിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, നമ്മോട് കൽപ്പിക്കുകയാണ്. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരാൾ അയാളുടെ കൂട്ടുകാരന്റെ ദീനിലായിരിക്കും, ആദർശത്തിലായിരിക്കും. ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ, അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും ചിന്തിച്ചു കൊള്ളട്ടെ ഞാൻ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന്. സഹോദരങ്ങളെ, സഹോദരിമാരെ, വിദ്യാർത്ഥിനികളെ, നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കുക, നാം ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ച കാര്യമാണ്. നമ്മൾ ചിന്തിക്കണം, നോക്കണം. കാരണം അറബിയിൽ ഒരു ചൊല്ലുണ്ട്,
അസ്സാഹിബു സാഹിബുൻ. സാഹിബ് എന്ന് പറഞ്ഞാൽ കൂട്ടുകാരൻ, സാഹിബുൻ സാഹിബ് എന്ന് പറഞ്ഞാൽ വലിക്കുന്നവനാണ്, വലിച്ചുകൊണ്ടുവരും. നിങ്ങൾ നോക്കൂ, ഒരാൾ നല്ല ഒരു കൂട്ടുകാരനാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ബാങ്ക് വിളിച്ചു, ഒരാൾ കൃത്യമായി നിസ്കാരം നിലനിർത്തുന്ന ആളാണ്, മറ്റേയാൾ ഒരൽപ്പം ആ വിഷയത്തിൽ ശ്രദ്ധ പുലർത്താത്ത ആളാണെങ്കിൽ ഈ നല്ലയാൾ അയാളെ വലിച്ചു പള്ളിയിലേക്ക് കൊണ്ടുവരാൻ ഇൻഷാ അല്ലാഹ് സാധിക്കും. നേരെ തിരിച്ചാണെങ്കിലോ, മോശമായ കൂട്ടുകാരനാണ് കൂടെ ഉള്ളതെങ്കിലോ, ബാങ്ക് വിളിച്ചാൽ അവൻ വേറെ വല്ല സ്ഥലത്തേക്കും വലിച്ചുകൊണ്ട് പോകും. ഇതെല്ലാ കാര്യത്തിലും ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണിത്. നമ്മൾ ചിന്തിക്കുക, ആരോടൊപ്പമാണ് ഞാൻ കൂട്ടുകൂടുന്നത്, ആരുമായിട്ടാണ് എൻ്റെ സഹവാസം, ആരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ. നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് രക്ഷിതാക്കൾ കേൾക്കുകയാണെങ്കിൽ അവർ ചിന്തിക്കണം, എൻ്റെ മക്കൾ, എൻ്റെ മകൾ, എൻ്റെ മകൻ ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത്, അവരുടെ കൂട്ടുകാരാരൊക്കെയാണ്, എന്താണ് അവരുടെ കൂട്ടുകെട്ട് എന്ന് ചിന്തിക്കണം, പരിശോധിക്കണം. കാരണം ഓരോ രക്ഷിതാക്കളും ഉത്തരവാദിത്വമുള്ളവരാണ്. ഓരോ രക്ഷിതാക്കളും ഉത്തരവാദിത്വമുള്ളവരാണ്. കുല്ലുക്കും റാഇൻ വകുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളിൽ ഓരോരുത്തരും ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങളുടെ ഉത്തരവാദിത്വത്തെ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടും. പലപ്പോഴും രക്ഷിതാക്കൾ, മാതാപിതാക്കൾ ശ്രദ്ധിക്കാറില്ല. അത് സഹോദരങ്ങളെ പിന്നീട് വലിയ അപകടങ്ങളിലേക്കാണ് മക്കളെ വലിച്ചടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഇത് കേൾക്കുന്ന രക്ഷിതാക്കളും മക്കളും പ്രത്യേകം ശ്രദ്ധിക്കുക. രക്ഷിതാക്കൾ ശ്രദ്ധിക്കുക, ആരോടൊപ്പമാണ് എൻ്റെ മക്കൾ ഇറങ്ങിപ്പോകുന്നത്, ആരുമായിട്ടാണ് സഹവസിക്കുന്നത്, ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത്, ശ്രദ്ധിക്കുക. അതുപോലെ പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, എൻ്റെ സഹോദരിമാരോട് ആത്മാർത്ഥമായി പറയട്ടെ, നമ്മുടെ കൂട്ടുകെട്ട് നമ്മെ നശിപ്പിക്കും, നല്ലതല്ലെങ്കിൽ നമ്മെ നശിപ്പിക്കും. കാരണം കൂട്ടുകാർ എന്നത് അവരെന്തിലാണോ അതിലേക്കാണ് നമ്മെ വലിച്ചു കൊണ്ടുപോവുക. കൂട്ടുകാർ ഏതൊരു നിലപാടിലാണോ അതിലേക്കാണ് അവരുമായി സഹവസിക്കുന്ന ആളുകളെ അവർ കൊണ്ടുപോവുക. അതുകൊണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്, അവിടുന്ന് കൽപ്പിക്കുകയാണ്, ഫൽയൻദുർ, അവിടുത്തെ കൽപ്പനയാണത്. അവിടുന്ന് കൽപ്പിച്ചു, ആ കൽപ്പന വാജിബാണ്, നിർബന്ധമാണ്. ഒരു കൽപ്പന വന്നാൽ അള്ളാഹുവും റസൂലും ഒരു കൽപ്പന കൽപ്പിച്ചാൽ അതിന്റെ ഒന്നാമത്തെ പടി വുജൂബാണ്, നിർബന്ധമാണ് എന്നാണ്. ഈ വിഷയത്തിൽ അത് നിർബന്ധമാണ്. കാരണം ഇത് ഗൗരവപ്പെട്ട കാര്യമാണ്. നമ്മുടെ കൂട്ടുകാർ ആരായിരിക്കണം എന്നത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ചില മുൻഗാമികൾ പറഞ്ഞത്, ലൈസ ലിൽ മർഇ അൻ യഖഉദ മഅ മൻ ശാഅ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഉദ്ദേശിക്കുന്നവരെ ആരുടെ കൂടെ തോന്നിയതുപോലെ അവന് ഇരിക്കുക എന്നത് പാടില്ലാത്തതാണ്. എല്ലാവരും കൂട്ടുകൂടുക, എല്ലാവരുമായി സഹവസിക്കുക, ആരെന്നില്ലാതെ, ആരാണെന്ന് നോക്കാതെ, ഒന്നും നോക്കാതെ കൂടെ ഇരിക്കുക, സഹവസിക്കുക എന്നത് ഒരിക്കലും ഒരാൾക്ക്, ഒരു മുസ്ലിമിന് പാടില്ലാത്തതാണ് എന്ന് മുൻഗാമികൾ പഠിപ്പിച്ചതായി കാണാം. സഹോദരങ്ങളെ, ആദ്യം നമ്മൾ കേട്ട ഹദീസിലേക്കൊന്നു മടങ്ങൂ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല കൂട്ടുകാരന്റെ ഉദാഹരണം പറഞ്ഞ ആ ഉദാഹരണം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. ഹാമിലുൽ മിസ്ക് എന്നാണ്, സുഗന്ധദ്രവ്യം, കസ്തൂരി ചുമക്കുന്നവൻ അഥവാ കസ്തൂരി വിൽപ്പനക്കാരൻ. അതുപോലെയാണ് ഒരു നല്ല കൂട്ടുകാരൻ. ഒന്നല്ലെങ്കിൽ അയാൾ വെറുതെ തരും, അതല്ലെങ്കിൽ വാങ്ങാം, പൈസ കൊടുത്തു വാങ്ങാം, അതുമല്ലെങ്കിൽ അയാളിൽ നിന്നും നല്ല സുഗന്ധം നമുക്ക് കിട്ടും. നോക്കൂ, ഈ കൂട്ടുകെട്ട് ഇത് കേവലം നമ്മുടെ നേർക്ക് നേരെ കാണുമ്പോൾ മാത്രമാണോ? നമ്മുടെ സ്കൂളിൽ, കോളേജിൽ, മദ്രസയിൽ അടുത്തിരിക്കുന്ന കൂട്ടുകാരെ കുറിച്ച് മാത്രമാണോ? അതല്ലെങ്കിൽ അയൽപക്കത്ത് താമസിക്കുന്ന അങ്ങനെയുള്ള ബന്ധുവീട്ടിലുള്ള അങ്ങനെയുള്ള കൂട്ടുകാർ മാത്രമാണോ? ഇന്ന് അതിനേക്കാൾ അപകടകരമാണ് സഹോദരങ്ങളെ. കാരണം എന്താ? ഇന്ന് ഒരുമിച്ചുള്ള കൂട്ടുകാരേക്കാൾ അപകടമാണ് വിദൂരത്തുള്ള കൂട്ടുകാർ. സോഷ്യൽ മീഡിയ, നമ്മുടെ കൈകളിലുള്ള ഈ ഉപകരണം എന്നത് ഈ കാലഘട്ടത്തിൽ നമുക്കുള്ള ഫിത്നയാണ്, പരീക്ഷണമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ ഇത് പരീക്ഷണമാണ്, ഇത് ഫിത്നയാണ്.
എത്രയെത്ര മക്കൾ വഴിപിഴച്ചു പോയിട്ടുണ്ട് എന്നത് സഹോദരങ്ങളെ അള്ളാഹു ഒരുവന് മാത്രമേ അറിയുകയുള്ളൂ. എത്രയെത്ര മക്കൾ നല്ല ദീനീബോധമുണ്ടായിരുന്ന, നല്ല 5 നേരം നിസ്കരിച്ചിരുന്ന, നല്ല രൂപത്തിൽ ദീനിയായി വളർന്നിരുന്ന എത്രയോ മക്കൾ തിരിഞ്ഞു പോവാൻ, അവരുടെ അവസ്ഥകൾ മാറിമറിയാൻ കാരണമായത് ഇതുപോലെയുള്ള സോഷ്യൽ മീഡിയയിലെ കൂട്ടുകെട്ടുകളാണ്. അതുകൊണ്ട് നമ്മൾ ആ കാര്യം ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. പല കൂട്ടുകാരുമായി സൗഹൃദ ബന്ധത്തിൽ ഏർപ്പെടും സോഷ്യൽ മീഡിയ വഴി. പിന്നീട് സംഭവിക്കുക എന്താണ് സഹോദരങ്ങളെ? അവരുടെ ആശയ ആദർശങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് കുത്തിവെക്കുകയാണ്. അത് നേരിട്ടും അല്ലാതെയും ഒക്കെ സംഭവിക്കും. നിങ്ങൾ നോക്കൂ, ക്യാമ്പസുകളിൽ, കോളേജുകളിൽ നല്ല രൂപത്തിൽ കയറിപ്പോയ, ആ കോളേജിന്റെ സ്കൂളിന്റെ പടിചവിട്ടി കയറിപ്പോയ, ഇസ്ലാമിക കുടുംബത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ പെൺകുട്ടി, ഒരു കുട്ടി പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? അവന് തന്നെ തോന്നുകയാണെന്ത്, അവൻ ആണാണോ പെണ്ണാണോ പ്രത്യേകിച്ചൊരു ഉറപ്പില്ല. ആൺകുട്ടിയാണെങ്കിൽ അവന് തോന്നും ഇത്രയും കാലം ആണായി ജീവിച്ചില്ലേ, എനിക്ക് കുറച്ച് പെണ്ണായി ജീവിച്ചു നോക്കാം. പെൺകുട്ടിയാണെങ്കിൽ അവൾക്ക് തോന്നും ഞാൻ പെണ്ണല്ല, എനിക്ക് ആണിന്റെ എന്തൊക്കെയോ ഉണ്ട്, അതുകൊണ്ട് എനിക്കിനി ആണായാക്കാം. സഹോദരങ്ങളെ, എവിടുന്നാണ് ഇത് കിട്ടിയത്? ഈ പിഴച്ച ചിന്താധാരകളുള്ള അതുപോലെയുള്ള ആളുകൾ അവിടെ ഉണ്ടാകും. ആരോടൊപ്പമാണ് താൻ കൂട്ടുകൂടുന്നത് എന്ന് ശ്രദ്ധിക്കാതെ ഉള്ളതെല്ലാം കേട്ട് തലയിലേറ്റി പിന്നീട് അത് ആലോചിച്ചിങ്ങനെ നടക്കുകയാണ്. അങ്ങനെ പിന്നീട് അതിലേക്ക് പതിയെ പതിയെ തെന്നി വീഴുകയാണ്. എല്ലാവരും ഇന്ന് തിരക്കിലാണല്ലോ, പ്രത്യേകിച്ച് വീട്ടുകാർ, രക്ഷിതാക്കൾ എല്ലാവരും തിരക്കിലാണ്. എല്ലാവരും സോഷ്യൽ മീഡിയയിലാണ്. വീട്ടിലെത്തിയാൽ ഉപ്പ ഒരു വഴിക്ക് ഫോണിലുണ്ടാകും, ഉമ്മ വേറൊരു വഴിക്ക് ഗ്രൂപ്പിലായിരിക്കും, അതല്ലെങ്കിൽ വ്ളോഗിലായിരിക്കും. മക്കൾക്കിത് പറ്റിയ അവസരങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവരിങ്ങനെ പലതിലും പലതിന്റെ പിന്നിലും ആരോടാണ് സംസാരിക്കുന്നത്, ആരോടാണ് കൂട്ടുകൂടുന്നത്, ആരുമായിട്ടാണ് ചാറ്റ് ചെയ്യുന്നത് എന്ന് ശ്രദ്ധിക്കാൻ രക്ഷിതാക്കൾക്ക് നേരമില്ല. അതുപോലെ കുട്ടികൾക്കും അതൊരു നല്ല സമയമായി, സന്ദർഭമായി അത് ഉപകരിക്കുകയാണ് അവരെ സംബന്ധിച്ചിടത്തോളം. വാസ്തവത്തിൽ എൻ്റെ സഹോദരിമാരോട് ഉണർത്തട്ടെ, യഥാർത്ഥത്തിൽ നമ്മുടെ ദീൻ നഷ്ടപ്പെട്ടു പോവുക എന്നത് എത്ര അപകടകരമാണ്. ഈ സോഷ്യൽ മീഡിയയിലെ മെസ്സേജുകളും ചാറ്റുകളും അതുപോലെയുള്ള കാര്യങ്ങളും നമ്മെ എത്രയാണ് അള്ളാഹുവിന്റെ ദിക്റിൽ നിന്നും പിന്നോട്ടടിപ്പിച്ചിട്ടുള്ളത്. അള്ളാഹു നമ്മെ സൃഷ്ടിച്ചത് എന്തിനാണ്? അവന് വഴിപ്പെടുന്ന, അവനെ ഇബാദത്ത് ചെയ്യുന്ന നല്ലവരായ അടിമകളായി തീരുവാൻ വേണ്ടിയാണ്. അതിൽ നിന്ന് നമ്മെ തെറ്റിക്കുന്ന ഏതൊരു ബന്ധമുണ്ടോ, ഏതൊരു ഇതുപോലെയുള്ള സഹവാസമുണ്ടോ, നമ്മൾ അതിൽ നിന്നും അകലം പാലിക്കണമെന്നാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ആരോടാണ് കൂട്ടുകൂടുന്നത്, ആരോടൊപ്പമാണ് കൂട്ടുകൂടുന്നത് എന്ന് ചിന്തിച്ചു കൊള്ളുക. ആദ്യം ചിന്തിക്കണം, ആദ്യം നോക്കണം, ഇയാൾ എനിക്ക് യോജിച്ചതാണോ, അയാളോടൊപ്പം സഹവാസം എനിക്ക് നല്ലതാണോ, നന്മയാണോ? അല്ലെങ്കിൽ ഇന്ന കുട്ടി നല്ല ഇസ്ലാമിക വസ്ത്രം ധരിച്ച പെൺകുട്ടികൾ കുറച്ചു കഴിഞ്ഞാൽ അവർക്ക് തോന്നും ഇതൊക്കെ ഒരു പഴഞ്ചനാണ്, ഇതൊക്കെ 6-ാം നൂറ്റാണ്ടിലേക്ക് വലിച്ചു കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഈ വസ്ത്രത്തെ, അതിനോട് വെറുപ്പുള്ള അങ്ങനെയുള്ള ആളുകൾ പിന്നീട് ആ കുട്ടിയെ അതിലേക്ക് മാറ്റിമറിക്കുകയാണ്. നേരത്തെ പറഞ്ഞതുപോലെ അസ്സാഹിബു സാഹിബുൻ, കൂട്ടുകാർ വലിച്ചു കൊണ്ടുവരും. നിങ്ങൾ നോക്കൂ, കുറച്ചു കാലം കഴിഞ്ഞാൽ ഒരുപോലെ ആയിത്തീരുന്നതായി കാണാം. ആദ്യം 2 രൂപത്തിൽ കണ്ടവരെ പിന്നീട് ഒരുപോലെ ആവുന്നതായി നമുക്ക് കാണാം. ഒന്നല്ലെങ്കിൽ ഷർറിൽ, അതല്ലെങ്കിൽ ഹൈറിലാവുക അപൂർവമാണ്. കൂടുതലും ഷർറിലേക്ക് എത്തിപ്പെടുക എന്നതാണ് നമ്മൾ പലപ്പോഴും കാണാറുള്ളത്. അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലെ ഇതുപോലെയുള്ള സഹവാസവും കൂട്ടുകെട്ടും പ്രത്യേകിച്ച് നമ്മൾ ശ്രദ്ധിക്കണം. അത് വളരെ അപകടമാണ്. ഈ സോഷ്യൽ മീഡിയയിലൂടെയാണ് പല രൂപത്തിലുള്ള വലിയ അബദ്ധങ്ങളിലേക്ക് നമ്മുടെ പെൺമക്കൾ ചെന്ന് അധപ്പതിച്ചിട്ടുള്ളത്. ഇന്ന് സഹോദരങ്ങളെ, എന്തൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെ തിന്മകളാണ് ഈ സാധനം ഒന്ന് തുറന്നാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് നോക്കൂ, അടുത്ത കാലത്ത് കോളേജുകളിൽ, ക്യാമ്പസുകളിൽ, സ്കൂളുകളിൽ മക്കൾക്ക്, ചെറിയ കുട്ടികൾക്ക് അവരുടെ മനസ്സിലേക്ക് ഇട്ടുകൊടുക്കുന്ന ഒരു കാര്യമാണ് LGBTQ പോലെയുള്ള കാര്യങ്ങൾ. എന്താണത്? യഥാർത്ഥത്തിൽ ഇത്രയും പിഴച്ച, വൃത്തികെട്ട ഒരു കാര്യം മറ്റെന്താണുള്ളത്?
സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാണിനെയും പെണ്ണിനെയുമാണ് സമൂഹത്തിന്റെ കുടുംബ വ്യവസ്ഥയുടെ കാര്യങ്ങളുമായി തീരുമാനിച്ചിട്ടുള്ളത്. അല്ലാഹു തആല ഇന്നാ യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് ജനങ്ങളെ നിങ്ങളെ നാം സൃഷ്ടിച്ചിട്ടുള്ളത് എന്നാണ്. അത് നേരെ അട്ടിമറിച്ച് തോന്നിയതുപോലെ പുരുഷനും പുരുഷനും സ്ത്രീയും സ്ത്രീയും അത് വിവാഹം ചെയ്യുന്ന പല കാഴ്ചകളുമാണ് നമ്മൾ കാണുന്നത്. ഇതൊക്കെ കുറച്ചു കാലങ്ങൾക്ക് മുന്നേ ദൂരെയുള്ള യൂറോപ്യൻ രാജ്യങ്ങളിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമാണ് നമ്മൾ കണ്ടത് എങ്കിൽ ഇന്ന് നമ്മുടെ കൺമുന്നിലാണ്. മലയാള ഭാഷയിൽ നമ്മൾ കേൾക്കുകയാണ്, നമ്മുടെ ഭാഷയിൽ നമ്മൾ കേൾക്കുകയാണെന്ത്? ഒരു പെണ്ണ് പറയുന്നു, എനിക്ക് അവളില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല. ഒരു സ്ത്രീ മറ്റൊരു സ്ത്രീയെ വിവാഹം ചെയ്യുകയാണ്. നഊദു ബില്ലാഹ്. അതിനെങ്ങനെയാണ് പ്രിയമുള്ളവരെ വിവാഹം എന്ന് പറയാൻ സാധിക്കുക? എവിടുന്നാണ് ഈ സാധനം കിട്ടിയത്? ഇതിങ്ങനെ കാണുകയാണ് സോഷ്യൽ മീഡിയയിൽ. അതിനെക്കുറിച്ച് പുകഴ്ത്തുന്ന, അതിനെക്കുറിച്ച് വർണ്ണിക്കുന്ന അതിൻ്റെ ആളുകളുടെ വാക്കുകളും അങ്ങനെയുള്ള കാര്യങ്ങളും കേൾക്കുകയാണ്. അവരതിലേക്ക് മെല്ലെ പതിയെ പതിയെ പെൺമക്കളെ തള്ളിവിടുകയാണ്. യഥാർത്ഥത്തിൽ സഹോദരിമാരെ ചിന്തിച്ചു നോക്കൂ, എന്താണ് അതുകൊണ്ട് ഈ ആളുകൾക്ക് കിട്ടിയ നേട്ടം? എന്താണ് കിട്ടിയ നേട്ടം? കുടുംബ വ്യവസ്ഥകൾ തകർന്നു തരിപ്പണമായി. ഈ ചിന്താധാര കൊണ്ടുവന്ന ആളുകൾ അവരെക്കുറിച്ച് അവരൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ, അവരുടെ മാതാപിതാക്കൾ ഇതുപോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇത് പറയാൻ അവനുണ്ടാവോ? ഇല്ലല്ലോ സഹോദരങ്ങളെ. അവർ ആണുമായി വിവാഹം ചെയ്ത് അങ്ങനെ ജീവിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞവനുണ്ടാവോ? ഇല്ല. അല്ലെങ്കിൽ ഇതിനെ ന്യായീകരിക്കുന്ന ആളുകൾ ഉണ്ടാവുമോ? ഇല്ല. ഇത് സഹോദരിമാരെ ശ്രദ്ധിക്കുക. ഇതിന്റെ എല്ലാം ആകെ തുക എന്നു പറഞ്ഞാൽ നമ്മുടെ ശരീരമാണ്, അതല്ലെങ്കിൽ നമ്മെയാണ് അവർ ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. നമ്മെ നശിപ്പിക്കുക എന്നത് മാത്രമാണ് അതിന്റെ പിന്നിലുള്ള ലക്ഷ്യം. അതുകൊണ്ടാണ് ഇതിന്റെയൊക്കെ ആദ്യ പടി എന്താണ്? ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലൂടെ കിട്ടുന്ന കൂട്ടുകാർ, മുന്നും പിന്നും നോക്കാതെ നമ്മൾ കൂട്ടുകാരായി രാവിലെയും വൈകുന്നേരവും ഗുഡ് മോർണിംഗും അതുപോലെയുള്ള സുഖവിവരവും അന്വേഷിച്ച് എല്ലാ ദിവസവും ഫോൺ വിളിച്ചും സുഖവിവരം അന്വേഷിച്ചും കൊണ്ടുപോകുന്ന കൂട്ടുകാർ ആദ്യം പറയുക എന്താണ്? ഇസ്ലാമിനെതിരെയുള്ള വാക്കുകളാണ്. ഈ ദീനിൽ നിന്ന് പതിയെ പതിയെ മെല്ലെ മെല്ലെ അടർത്തിക്കൊണ്ടുവരും. ദീനിനെ കുറിച്ച് അപകർഷതാബോധമുണ്ടാക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ പഴഞ്ചനാണ്, ഇങ്ങനെ ഇട്ടുമൂടി നടക്കേണ്ടതുണ്ടോ, ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കേണ്ടതുണ്ടോ, അതല്ലെങ്കിൽ ഇങ്ങനെ കണിശമായി കൃത്യമായൊക്കെ നിസ്കരിക്കേണ്ടതുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് പുരോഗമനമെന്ന് പറഞ്ഞാണ് അതിലേക്ക് മെല്ലെ മെല്ലെ തള്ളിവിടുക. അത് സഹോദരങ്ങളെ കൂട്ടുകാരുടെ സ്വാധീനമാണ്, കൂട്ടുകെട്ടിന്റെ സ്വാധീനമാണ്. അതുകൊണ്ട് ഫല്യൻദുർ അഹദുകും മൻ യുഖാലിൽ, നിങ്ങൾ ആരുമായിട്ടാണ് കൂട്ടുകൂടുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചു കൊള്ളുക. നിങ്ങൾ ചിന്തിക്കുക, ആരാണ് നിങ്ങളുടെ കൂട്ടുകാർ? അതുകൊണ്ട് നിങ്ങൾ നോക്കൂ, സോഷ്യൽ മീഡിയയിലെ കൂട്ടുകാർ നമുക്ക് വേണോ? നമ്മൾ ചിന്തിച്ചു നോക്കുക. ഈ സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കാരണത്താൽ എത്രയെത്ര പെൺകുട്ടികൾ, എത്രയെത്ര ആൺകുട്ടികൾ, എത്രയെത്ര കുടുംബം തകർന്നു പോയിട്ടുണ്ട് എന്ന് സഹോദരങ്ങളെ നമുക്കറിയുമോ? എത്രയെത്ര കുടുംബം, എത്രയെത്ര രക്ഷിതാക്കൾ ഇന്നും കണ്ണീര് കുടിക്കുന്നു അവരുടെ മക്കളെ കുറിച്ച് ഓർത്ത്. എത്രയെത്ര ഭർത്താക്കന്മാർ പ്രയാസത്തിലാണ് ഭാര്യമാരെ കുറിച്ച് ആലോചിച്ച്. നേരെ തിരിച്ചും. അതുകൊണ്ട് എത്ര അപകടകരമാണ് ഈ കാര്യം. നമ്മൾ ചിന്തിക്കുക, ഇതിലേക്കൊക്കെ വഴിവെക്കുന്നത് കൂട്ടുകെട്ടാണ്, സൗഹൃദ ബന്ധങ്ങളാണ്. ആ സൗഹൃദ ബന്ധങ്ങൾ നന്നായിട്ടില്ലെങ്കിൽ നമ്മെ അത് സോഷ്യൽ മീഡിയയിലെ പ്ലാറ്റ്ഫോമുകളിൽ കിടന്ന് നമ്മൾ നശിച്ചു പോവുകയല്ലാതെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കുകയില്ല. ഉലയിലൂതുന്ന കൊല്ലൻ നമ്മുടെ വസ്ത്രത്തിനാണ് തീപ്പൊരി പാറിക്കുക എങ്കിൽ ഇത്തരം ആളുകൾ നമ്മുടെ മനസ്സിനും അതിലുപരി നമ്മുടെ ജീവിതത്തിനുമാണ് തീപ്പൊരി പാറിക്കുക ദുനിയാവിൽ. പരലോകത്ത് ആ തീപ്പൊരി ആളിക്കത്തുന്ന തീയായി നമ്മുടെ ശരീരമാകെ കത്തിയെരിയുന്ന അവസ്ഥയിൽ നരകത്തിലേക്ക് ചെന്നു പതിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകുമെന്നത് എൻ്റെ സഹോദരിമാരോട്, പ്രിയമുള്ള വിദ്യാർത്ഥിനികളോട് ആത്മാർത്ഥമായി ഉണർത്തട്ടെ. എത്രയെത്ര കഥകൾ, എത്രയെത്ര സംഭവങ്ങൾ, എത്രയെത്ര രക്ഷിതാക്കളുടെ പ്രയാസം നിറഞ്ഞ കണ്ണുനീർ നിറഞ്ഞ വാക്കുകൾ പ്രിയമുള്ളവരെ നമ്മൾ കേൾക്കാറുണ്ട്. അതുകൊണ്ട് എൻ്റെ സഹോദരിമാരോട്
ഈ സഹവാസ ക്യാമ്പ് വിട്ടൊഴിയുമ്പോൾ, ഇവിടെ നിന്ന് പോകുമ്പോൾ നമ്മൾ മനസ്സിൽ ഉറപ്പിക്കുക, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഈ കാര്യം ഇനി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും. എനിക്കാരാണ് എൻ്റെ കൂട്ടുകാരൻ, ആരാണ് എൻ്റെ കൂട്ടുകാരി എന്ന് ഞാൻ ഇനി മുതൽ ചിന്തിക്കും, ആലോചിക്കുമെന്നത് നമ്മൾ ദൃഢനിശ്ചയമെടുക്കുക. അതുകൊണ്ട് നോക്കൂ നിങ്ങൾ, ലെസ്ബിയൻ അതുപോലെയുള്ള പിഴച്ച അത് ഈ പവിത്രമായ മസ്ജിദിൽ വെച്ച് പറയാൻ തന്നെ സഹോദരങ്ങളെ എത്ര പ്രയാസമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം. എത്ര മോശത്തരമാണത്, എന്തൊരു മോശമായ കാഴ്ചകളാണ്. അതുകൊണ്ട് ഇത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇനി സഹോദരങ്ങളെ, ഇതുപോലെയുള്ള സഹവാസം, ഇതുപോലെയുള്ള കൂട്ടുകെട്ടാണ് വലിയ മറ്റൊരു അപകടത്തിലേക്ക് നമ്മെ തള്ളിവിടുന്നത്. പ്രണയം, പ്രേമം എന്ന അപകടം. എന്താണ് സഹോദരങ്ങളെ ഈ പ്രേമം, പ്രണയം എന്ന് പറഞ്ഞാൽ? അതും വരുന്നത് ഇതുപോലെയാണ്, കൂട്ടുകെട്ടിലൂടെയാണ് അത് വരുന്നത്. അതിനി കൂടെയുള്ള കൂട്ടുകാരിക്കൊരു പ്രണയമുണ്ടെങ്കിൽ നമ്മളിനി നല്ല രൂപത്തിൽ മുണ്ടാതെ പോവാന്ന് വിചാരിച്ചാൽ സമ്മതിക്കൂല. അത് നിനക്ക് മാത്രം ആരുമില്ലല്ലോ, നമുക്കൊക്കെ നോക്കി എല്ലാവർക്കും ഒരാളുണ്ടല്ലോ, രാവിലെ വിളിക്കാനും സുഖേരെ അന്വേഷിക്കാനൊക്കെ ആളുകളുണ്ട്, നിനക്ക് മാത്രം ആരുമില്ല, നീ എന്താണ് ഇങ്ങനെ എന്നു പറഞ്ഞ് പിന്നീട് അതിലേക്ക് തള്ളിവിടുകയാണ്. അതല്ലെങ്കിൽ അതിന് ഉള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുത്ത് ഇതിൽ നിന്ന് മാറി നിൽക്കാൻ ഉദ്ദേശിക്കുന്നവരെയും അതിലേക്ക് ചാടിക്കുകയാണ്. എത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ, നേരത്തെ പറഞ്ഞ വിഷയങ്ങളിലെല്ലാം ധാരാളം ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും. എന്താണ് പ്രേമമെന്ന് പറഞ്ഞാൽ? അതീ പറഞ്ഞ കൂട്ടുകെട്ടിലൂടെയാണ്. ആരുമായി കൂട്ടുകൂടുന്നു എന്ന് ചിന്തിക്കണം. ഏത് കൂട്ടുകാരനാണ്? ഇത് കൂട്ടുകാരനാക്കാൻ എനിക്ക് പറ്റുമോ? അള്ളാഹുവിന്റെ ദീനിൽ എനിക്ക് അങ്ങനെ ഒരു അനുവാദമുണ്ടോ? ഞാൻ ആരോടാണ് കൂട്ടുകൂടേണ്ടത്? എനിക്കിങ്ങനെ ഒരു അന്യപുരുഷനുമായൊരു ബന്ധം സ്ഥാപിക്കാൻ പാടുണ്ടോ? ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാറ്റിനും നിയമനിർദ്ദേശങ്ങൾ നിശ്ചയിച്ചത് അത് നമ്മുടെ ഖൈറിനാണ്, നമുക്ക് നന്മക്കാണ്. ഇവിടെ കുടുംബ ബന്ധങ്ങളും അതുപോലെയുള്ള ദാമ്പത്യ വ്യവസ്ഥകളും നല്ല രൂപത്തിൽ മുന്നോട്ട് പോകണം. അതുകൊണ്ട് തന്നെ ഓരോ കാര്യങ്ങളിലും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ പരിശുദ്ധ ഇസ്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, ഈ പറയുന്ന പ്രേമം അതല്ലെങ്കിൽ അതുപോലെയുള്ള കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. എന്താണത് സഹോദരങ്ങളെ? യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ പിന്നിലുള്ള കാര്യം? പലരും അതിനെ വർണ്ണിച്ച് പുകഴ്ത്താറുണ്ട്. അതിന് കണ്ണില്ല, അതിന് മൂക്കില്ല, അതിന് നാടില്ല, അതിന് ഭാഷയില്ല. യഥാർത്ഥത്തിൽ നമുക്ക് പറയാനുള്ളത് അതിനൊന്നുമില്ല എന്നാണ്. അതിനൊന്നുമില്ല. അതിന് അള്ളാഹുവിന്റെ ദീനിൽ യാതൊരു സ്ഥാനവുമില്ല. അത്തരം ഒരു അനുവാദവും അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുമില്ല. യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞ കാര്യം? എന്താണ് യഥാർത്ഥത്തിൽ? ചിന്തിച്ചു നോക്കൂ. ഏതെങ്കിലും ഒരുവൻ ഒരു സുപ്രഭാതത്തിൽ നമ്മെ കണ്ട് നമ്മോടൊരു ഇഷ്ടം പറഞ്ഞാൽ ആ ശരി എന്ന് പറഞ്ഞ് പിന്നീടൊരു സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ നമുക്ക് പാടുണ്ടോ? അത് പാടുണ്ടോ? അതിനെത്ര തന്നെ അതിന്റെ ആളുകൾ പുകഴ്ത്തിയാലും വർണ്ണിച്ചാലും അതെങ്ങനെ നമുക്ക് അനുവദനീയമായി തീരും? കാരണം അത് അള്ളാഹുവിന്റെ ദീനിൽ ഹറാമായത് എന്തുകൊണ്ടാണ്? സ്നേഹമുണ്ട്, സ്നേഹിക്കണം. എപ്പോൾ? അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച ഹലാലായ മാർഗത്തിൽ സ്നേഹിക്കാം. സ്നേഹമുണ്ട്, അള്ളാഹു അനുവദിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു അനുവദിക്കാത്ത ഒരു മേഖല അത് നമുക്ക് പാടില്ലാത്തതാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിനെ പുകഴ്ത്തുന്ന വർണ്ണിക്കുന്ന ആളുകൾ യഥാർത്ഥത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ഇതിന്റെ എല്ലാം പിന്നിലുള്ള ലക്ഷ്യം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന പതിവ്രതകളായ നല്ല മക്കളെ, നല്ല പെൺകുട്ടികളെ, നല്ല സ്ത്രീകളെ അവർക്ക് അവരുടെ ആവശ്യത്തിന് കിട്ടണം, അതിനാണ്. അതുകൊണ്ട് നോക്കൂ, ഏതൊരു കാമുകനും ആഗ്രഹിക്കുന്നത്, കാമുകൻ എന്ന വാക്കിൽ തന്നെ അതിന്റെ മ്ലേച്ഛതയുണ്ട്. കൂടുതൽ വിശദീകരിക്കുന്നില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ പ്രേമം അതെത്ര അപകടകരമാണ് എന്ന് നമുക്കറിയുമോ? എത്ര കുടുംബം അതിലൂടെ തകർന്നു പോയിട്ടുണ്ട് എന്നറിയുമോ? എത്ര നല്ല പെൺമക്കൾ നശിച്ചു പോയിട്ടുണ്ട് എന്നറിയുമോ? എത്ര പെൺകുട്ടികളുടെ ദീൻ നശിച്ചു പോയിട്ടുണ്ട്, അവർ ദീനിൽ നിന്ന് തെറിച്ചു പോയിട്ടുണ്ട് എന്നറിയുമോ? ഇന്നലകളിലെ വാർത്തകളും സംഭവങ്ങളും അതിന് സാക്ഷിയാണ്. എന്താണ് ഇതിന്റെ പിന്നിൽ ആളുകൾ
പാടി പുകഴ്ത്തുന്ന ഈ കാര്യം യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കൂ, ഈ ഇതുപോലെയുള്ള മുന്നും പിന്നും നോക്കാതെയുള്ള സൗഹൃദ ബന്ധത്തിലൂടെ ഉണ്ടാവുന്ന പ്രേമം അതിലെ വലിയ അപകടത്തിൽപ്പെട്ടതാണ്. നേരത്തെ പറഞ്ഞില്ലേ, അതില്ല ഇതില്ല കണ്ണില്ല കാതില്ല. അതിൽ നമ്മെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായ ഒരു കാര്യം, അതിന് ദീനിന്റെ പിൻബലമില്ല. ഒരാൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ചെറുക്കൻ ഒരു പെണ്ണ് അവർ അവിഹിത ബന്ധം അതല്ലെങ്കിൽ അതുപോലെയുള്ള പ്രേമം സ്നേഹത്തിൽ ഏർപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന്റെ ദീൻ അനുവദിക്കുന്നില്ല. അതുകൊണ്ടാണ് നിങ്ങൾ നോക്കൂ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വലാ തഖറബു സിനാ, നിങ്ങൾ വ്യഭിചാരത്തിലേക്ക് അടുത്തുപോകരുത്. അള്ളാഹു പറഞ്ഞു, വഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദു മിൻ അബ്സാരിഹിം വയഹ്ഫദു ഫുറൂജഹും, മുഅ്മിനീങ്ങളോട് പറയുക അവരുടെ കണ്ണുകൾ താഴ്ത്തുക, അതിലൂടെ അവരുടെ ലൈംഗികാവയവം സൂക്ഷിക്കുക. നേരെ തിരിച്ചും വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന വയഹ്ഫദ്ന ഫുറൂജഹുൻ, സ്ത്രീകളോടും അല്ലാഹു തആല അതുപോലെ കൽപ്പിച്ചു. കാരണം ദൃഷ്ടി, നോട്ടമെന്നത് അത് പിന്നീട് മറ്റൊരു അവസ്ഥയിലേക്ക് പരിവർത്തിക്കപ്പെടും. അതുകൊണ്ട് ആദ്യത്തെ പടിയിൽ നമ്മൾ രക്ഷപ്പെട്ടാൽ പിന്നീട് അതിന്റെ പിന്നിലുള്ള അപകടങ്ങളിലേക്ക് എത്തിച്ചേരുകയില്ല. സഹോദരങ്ങളെ നോക്കൂ, അള്ളാഹുവിന്റെ ദീൻ അത് ശക്തമായി വിലക്കിയത് അതുകൊണ്ടാണ്. കാരണം വ്യഭിചാരത്തിലേക്ക് അടുക്കരുത്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, കണ്ണുകൾ അത് വ്യഭിചരിക്കും, കാതുകൊണ്ട് വ്യഭിചാരമുണ്ട്, അതുപോലെ നാവ് കൊണ്ട്. എങ്ങനെയാണ്? ഹറാമായ ഇതുപോലെയുള്ള നോട്ടങ്ങൾ, കേൾവി, സംസാരം, അതൊക്കെ വ്യഭിചാരത്തിൽപ്പെട്ടതാണ്. ഇത് വളരെ ഗൗരവമാണ്. എത്ര തിന്മകളാണ്, എത്ര കടുത്ത അപരാധങ്ങളിലേക്കാണ് നമ്മൾ ചെന്നെത്തിപ്പെടുക എന്നത് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനിൽ ഇത് വിലക്കിയത് എന്തിനാണ്? എങ്കിൽ മാത്രമേ നല്ല ഒരു സാമൂഹിക കുടുംബ വ്യവസ്ഥ ഇവിടെ ഉണ്ടാവുകയുള്ളൂ. അതല്ലെങ്കിൽ നിങ്ങൾ നോക്കൂ, തോന്നിയതുപോലെ ആർക്കും ആരെയും കയറി പ്രേമിക്കാം, ഒരു വ്യവസ്ഥയും ഇല്ല എങ്കിൽ എന്തായിരിക്കും അവസ്ഥ? എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? അതുകൊണ്ട് ഇത് വളരെ ഗൗരവമാണ്. ഇതിന്റെ പിന്നിൽ ഉള്ള കാര്യം എന്താണ്? ഇതുപോലെയുള്ള കൂട്ടുകെട്ടാണ്. ഇത്തരം കൂട്ടുകെട്ടുകളാണ് പിന്നീട് അതിലേക്ക് നയിക്കുന്നത്. അത് എന്തൊക്കെ കാഴ്ചകളാണ് നമ്മൾ പലപ്പോഴും ആഴ്ചയിൽ പല ദിവസങ്ങളിലും ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മുടെ ഇസ്ലാമിന്റെ മക്കൾ തട്ടം ധരിച്ചിട്ടുണ്ട്, എന്നാൽ ധരിക്കാത്ത പോലെ അവരിങ്ങനെ അന്യ പുരുഷന്മാരുടെ കൂടെ മോരും മുതിരയും കറിവെച്ചതുപോലെ എന്ന് പറയാറുണ്ട്. അതുപോലെ ഒരു അകൽച്ചയുമില്ലാതെ, ഒരു മാന്യതയും കാണിക്കാതെ പരസ്യമായി ആളുകൾക്ക് മുന്നിൽ ഇങ്ങനെ എന്നിട്ട് പല രൂപത്തിൽ സംസാരിക്കുന്നു. ആളുകളുണ്ട്, അപ്പുറത്ത് ആളുകളുണ്ട്, ഇപ്പുറത്ത് സ്ത്രീകളുണ്ട് എന്നൊന്നും പരിഗണിക്കാതെ. എത്ര മോശമാണ് ഈ അവസ്ഥ! അത് നമ്മുടെ സമൂഹത്തിലെ, നമ്മുടെ സമുദായത്തിലെ മക്കളാണ്. ആരാണ് അവർക്ക് ആ അവസരം കൊടുത്തത്? ഇതുപോലെയുള്ള കൂട്ടുകെട്ടാണ്, ഇതുപോലെയുള്ള കൂട്ടുകാരാണ്. അതിൽ ഒരർത്ഥത്തിൽ രക്ഷിതാക്കളും പങ്കുകാരാണ്. എങ്ങനെ? അവർക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ അവർ പറയുന്നത് പോലെ കണ്ണ് കാണാത്ത കാണാമറയത്ത് അവരെ പഠിപ്പിക്കാനയക്കുകയാണ്. എന്നിട്ട് ആഴ്ചയിലും മാസത്തിലും അവരിങ്ങനെ സ്വന്തമായി ബസ് കയറുന്നു, സ്വന്തമായി വാഹനം കയറുന്നു, ട്രെയിൻ കയറുന്നു, ആരോടൊപ്പം വരുന്നു, ആരാണ് കൂടെ ഉള്ളത്, ഒരു ചിന്തയുമില്ല. ഇതിന്റെ അനന്തര ഫലം എന്താണ്? പിന്നീട് കുറച്ചു കാലം കഴിഞ്ഞാൽ ഇതുപോലെ ഏതെങ്കിലും പ്രേമത്തിൽ കുടുങ്ങി അങ്ങനെ എല്ലാവിധ മാന്യതയും നഷ്ടപ്പെട്ട്, ചാരിത്രം നഷ്ടപ്പെട്ട് വളരെ മോശമായ അവസ്ഥയിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് മൂക്കത്ത് വിരലുവെക്കുക. ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയല്ലോ. സഹോദരങ്ങളെ, രക്ഷിതാക്കളെ, അതുപോലെ സഹോദരിമാരെ, ആ സമയത്ത് വിരല് കടിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ തുടക്കത്തിലേ ശ്രദ്ധിക്കുക. ഇത്രയും അപകടകരമായ ഒരു കാര്യം നോക്കൂ നിങ്ങൾ. ഈ പ്രേമത്തെ വാഴ്ത്തിപ്പറയുന്ന ആളുകൾ, അവർ അതിന് പല ന്യായങ്ങൾ, എന്ത് ന്യായങ്ങൾ നിരത്തിയാലും ശരി, ആ പ്രേമമൊന്നും അവർക്ക് അവർ പറയുന്നത് പോലെ പവിത്രമാക്കാൻ സാധിക്കുകയില്ല. ഇങ്ങനെയുള്ള പ്രേമവും അതുപോലെയുള്ള ബന്ധങ്ങളും പിന്നീട് എത്ര പേർ ആത്മഹത്യയിലേക്ക് ചെന്നെത്തിയിട്ടുണ്ട്. എത്ര പേർ ഇസ്ലാം ഉപേക്ഷിച്ചു പോയിട്ടുണ്ട്, ദീൻ വിട്ടുപോയിട്ടുണ്ട്. അതിന് സഹോദരങ്ങളെ ഒരിക്കലും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു നിലക്കുള്ള
സഹകരണവും ഉണ്ടായിക്കൂടാ. നമ്മൾ അതിലേക്ക് അടുത്തു പോവരുത്. കാരണം നമ്മുടെ ദീൻ അതിന് പകരം കൊടുക്കേണ്ടി വരും. ഇങ്ങനെയുള്ള പ്രേമ വിവാഹങ്ങൾ എത്രയാണ് സമൂഹത്തിൽ നടക്കുന്നത്. ആ പ്രേമ വിവാഹത്തിൽ ഒരു വിവാഹത്തിനുണ്ടായിരിക്കേണ്ട മാനദണ്ഡം ഉണ്ടാവാറുണ്ടോ? ചിന്തിച്ചു നോക്കുക. ഒരു വിവാഹത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മാനദണ്ഡം എന്താണ്? ഒരു സ്ത്രീയെ 4 കാര്യങ്ങൾക്ക് വേണ്ടി വിവാഹം ചെയ്യപ്പെടാറുണ്ട്. ലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ വലി ദീനിഹ. 4 കാര്യങ്ങൾക്ക്: സമ്പത്ത്, സൗന്ദര്യം, തറവാടിത്വം, ദീൻ. എന്നിട്ട് അവിടുന്ന് പറഞ്ഞ എന്താണ്? ഫൽഫർ ബിദാത്തി ദീൻ. ദീനുള്ളവളെ നിങ്ങൾ കരസ്ഥമാക്കുക. ഒരൽപ്പം പ്രയാസപ്പെട്ടാലും ശരി, ദീനുള്ളവളെ കരസ്ഥമാക്കുക എന്ന് പറഞ്ഞാൽ ഒരു വിവാഹ ബന്ധത്തിൽ പ്രത്യേകം പരിഗണിക്കേണ്ടതാണ് ദീൻ. ഇങ്ങനെയുള്ള പ്രേമ വിവാഹങ്ങൾ നിങ്ങൾ എടുത്തു നോക്കൂ. പലപ്പോഴും ദീൻ പരിഗണിക്കാൻ സാധിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഇതുപോലെ അയച്ചുവിട്ട ശ്രദ്ധിക്കാതിരുന്ന പെൺമക്കൾ പോയി എവിടുന്നെങ്കിലും ഒരുത്തനെ തപ്പിക്കൊണ്ടുവരും. പിന്നെ ഓന് ദീനുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് സാധിക്കൂല. കാരണം എന്താ? മോള് പറയും ഓനെ കിട്ടിയില്ല ഞാൻ ചത്തളിയും, ഞാൻ തൂങ്ങി മരിച്ചേക്കും എന്ന് മകള് പറയുമ്പോൾ അതിന് വഴങ്ങി കൊടുക്കേണ്ടി വരികയാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ നോക്കൂ, ദീൻ പാലിക്കപ്പെടാതെ പോവുകയാണ്. ഇനി വിവാഹത്തിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില ഹദീസുകളിൽ വന്നതുപോലെ കുഫു, അത് നമുക്ക് നോക്കാം. പരസ്പരം പല കാര്യങ്ങളും പരിഗണിക്കാം. ഏറ്റവും പ്രധാനമായത് ദീനാണെങ്കിലും ബാക്കിയുള്ളതൊക്കെ പരിഗണിക്കാം. അത്തരത്തിലുള്ള പരിഗണനകൾ പലപ്പോഴും നടക്കാറുണ്ടോ? ഇല്ല. അതുപോലെ നിങ്ങൾ നോക്കൂ, വലിയിന്റെ സമ്മതം പലപ്പോഴും ഉണ്ടാവാറില്ല. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഏതെങ്കിലും ഒരു സ്ത്രീ, ഒരു പെണ്ണ് ഇതുപോലെ കിട്ടിയവന്റെ പിന്നാലെ ഒളിച്ചോടും, എന്നിട്ട് അവർ വിവാഹം ചെയ്യും. വലിയ എന്ന ഇസ്ലാമിലെ മഹത്തായ ആ സ്ഥാനം ആരേറ്റെടുത്തു? അറിയില്ല. ഇനി നിങ്ങൾ നോക്കൂ, ഈ വിഷയത്തിൽ ദീൻ അഥവാ വധൂവരന്മാരുടെ ദീൻ പലപ്പോഴും പാലിക്കാറുണ്ടോ? മുസ്ലിമാണോ എന്ന് പോലും നോക്കാതെ പ്രേമിക്കും. എത്ര സംഭവങ്ങൾ, എത്ര സംഭവങ്ങൾ. മുസ്ലിമായ പറ്റോ? ഇല്ല. ഒരു മുസ്ലിമാണെങ്കിൽ പാടില്ല എങ്കിൽ മുസ്ലിം അല്ലാത്തവരാണെങ്കിൽ എത്ര ഗൗരവമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ അത് ഓർമ്മപ്പെടുത്തിയതല്ലേ? ഒരു മുസ്ലിമായ സ്ത്രീ മുശ്രിക്കായ പുരുഷനെ വിവാഹം ചെയ്യാൻ പാടില്ല, നേരെ തിരിച്ചും എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നോക്കൂ, നിങ്ങൾ പ്രേമിച്ച് എന്നിട്ട് വിവാഹം ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള മഹത്തായ കാര്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. അതുപോലെ നിങ്ങൾ നോക്കൂ, നല്ല വിശ്വസ്തരായ സാക്ഷികളാണോ? ഒന്നുമല്ല, ഒരിക്കലുമല്ല. അങ്ങനെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോയി, ഒളിച്ചോടിപ്പോയി എന്നിട്ട് അങ്ങനെ വിവാഹം ചെയ്യുകയാണ്. ഇതൊന്നും പരിഗണിക്കപ്പെടുന്നില്ല. എങ്ങനെ സഹോദരങ്ങളെ നല്ല ഒരു ദാമ്പത്യം അതിലൂടെ കരസ്ഥമാകും? ഇനി ചോദിക്കട്ടെ, ഈ പ്രേമത്തെ പാടി പുകഴ്ത്തുന്ന ആളുകൾ സ്നേഹം, പ്രേമം, സ്നേഹം എന്നാണല്ലോ അതിന് പറയാറുള്ളത്. അതങ്ങനെയാണ്, ഇങ്ങനെയാണ് ശരി. ആത്മാർത്ഥമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. സ്നേഹം, പ്രേമമെന്ന് പറയുന്നു, സ്നേഹമെന്ന് പറയുന്നു. ഇന്നലെ വരെ പോറ്റി വളർത്തിയ മാതാപിതാക്കളോടുള്ള സ്നേഹത്തെക്കാൾ വലുതാണോ ഇന്ന് കണ്ട ഒരു ചെറുക്കൻ? എന്നിട്ട് സ്നേഹത്തിന്റെ വില ഈ പറയുന്ന രക്ഷിതാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഭയങ്കര സ്നേഹത്തിലാണ്. എന്തോടോ സ്നേഹം? എത്ര കാപട്യമായ സ്നേഹമാണത്. യഥാർത്ഥത്തിൽ വർഷങ്ങളോളം, 10-20 വർഷത്തോളം പോറ്റി വളർത്തിയില്ലേ? പ്രയാസമുണ്ടാകുമ്പോൾ ചെറിയ പ്രായത്തിൽ, വേണ്ട അതിനു മുന്നേ ഗർഭം ധരിക്കുന്നത് മുതൽ അള്ളാഹു ഓർമ്മപ്പെടുത്തിയതുപോലെ വഹ്നൻ അലാ വഹ്ൻ, പ്രയാസങ്ങൾക്ക് മീതെ പ്രയാസം സഹിച്ച് ഗർഭം ചുമക്കുകയാണ്. എന്നിട്ട് ശക്തമായ വേദനയോടുകൂടി പ്രസവിക്കുകയാണ്. അതിനുശേഷം 2 വർഷം മുലയൂട്ടുകയാണ്. എന്നിട്ട് താഴത്ത് വെക്കാതെ, തറയിൽ വെക്കാതെ, തലയിൽ വെച്ചാൽ പേനരിക്കും, താഴെ വെച്ചാൽ ഉറുമ്പ് കടിക്കും എന്നതുപോലും ഭയപ്പെട്ട്, ഒരു പോറൽ പോലും ഏൽക്കാതെ, ഒരു തലവേദന എന്ന് പറയുമ്പോൾ, ഒരു പനി എന്ന് പറയുമ്പോൾ ഉറക്കമളച്ചുകൊണ്ട് കാവലിരുന്ന് അങ്ങേയറ്റം ശ്രദ്ധയോടെ, സ്നേഹത്തോടെ പരിഗണിച്ച് ലാളിച്ച് പോറ്റി വളർത്തിയ, ഇത്രയും വർഷക്കാലം വേണ്ടതെല്ലാം തന്ന് വിവരവും വിദ്യാഭ്യാസവും എല്ലാം നൽകി, എന്നിട്ട് ഇന്നലെ കണ്ട ഒന്നിനും കൊള്ളാത്ത ഒരുവന്റെ കൂടെ ഇറങ്ങിപ്പോവും പറയാണ് സ്നേഹത്തിന് വിലയില്ലേ, സ്നേഹമെന്ന് പറഞ്ഞാൽ മഹത്തരമാണ്. എന്ത് സ്നേഹമടോ? സഹോദരിമാരെ, പെൺകുട്ടികളെ, എന്റെ പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ, ആത്മാർത്ഥമായി നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് ചിന്തിച്ചു നോക്കുക. ഇത് പറയുന്ന ആളുകൾ പറയുന്ന സ്നേഹം യാഥാർത്ഥ്യമാണോ?
യഥാർത്ഥത്തിൽ അവർക്ക് ആരോടാണ് സ്നേഹമുണ്ടാവേണ്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കിതാബിൽ അവനോടുള്ള ബാധ്യത ഓർമ്മപ്പെടുത്തിയതിനു ശേഷം വബിൽ വാലിദൈനി ഇഹ്സാന എന്ന് പറഞ്ഞില്ലേ? മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണം. ആ മാതാപിതാക്കളുടെ കണ്ണീരുകൾ കോടതി വരാന്തയിൽ, നാട്ടുകാർക്ക് മുന്നിൽ, അതുപോലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ ഒരു വിലയുമില്ലാതെ പിച്ച് ചീന്തപ്പെട്ട് എന്നിട്ട് വിജയ ശ്രീലാളിതയായി ഇത്രയും കാലം പോരാടി ജയിച്ചു എന്ന അർത്ഥത്തിൽ കിട്ടിയ ഒരുത്തനെയും കൊണ്ട് കൈപിടിച്ചു പോവുകയാണ്. എവിടേക്ക് പോവാൻ സാധിക്കും? എവിടേക്ക് പോവാൻ സാധിക്കും? രക്ഷപ്പെടുമെന്ന് വിചാരിക്കുന്നുണ്ടോ നിങ്ങൾ? സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മൾ ചിന്തിക്കുക. ഈ പാടിപ്പുകയറ്റുന്ന ആളുകൾ പറയുന്ന രൂപത്തിലുള്ള അതിന്റെ അല്ലെങ്കിൽ എത്രയാണ് അതിനൊരു ശതമാന കണക്ക് പോലും പറയാൻ തോന്നുന്നില്ല. അത്രയും ഒരു കടുകുമണി, ഒരു ഉറുമ്പിന്റെ കാലിന്റെ അത്രയും സ്നേഹമെന്നത്, അതിന്റെ വില എന്താണെന്ന് അറിയുന്നവരാണെങ്കിൽ ഈ കാര്യം ഒരിക്കലും ചെയ്യുകയില്ല. കാരണം ഇന്നലെ കണ്ടവൻ വർഷങ്ങളോളം പോറ്റി വളർത്തിയ മാതാപിതാക്കളെക്കാൾ വലുതാണ് എന്ന് തോന്നുകയാണെങ്കിൽ നാളെ അതിനേക്കാൾ മുന്തിയ ഒരുത്തനെ കണ്ടാൽ അവന്റെ കൂടെയും പോവുകയില്ല എന്ന് യാതൊരു ഉറപ്പും പറയാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ള വിദ്യാർത്ഥിനികളെ ശ്രദ്ധിക്കുക. നമ്മൾ ഓരോരുത്തരും ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഈ പറയുന്ന സ്നേഹം അതൊരിക്കലും യഥാർത്ഥത്തിലുള്ള സ്നേഹമല്ല. സ്നേഹം ഒരിക്കലും അങ്ങനെയല്ല. നമുക്ക് സ്നേഹിക്കാൻ ബാധ്യതയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല, അവനോടാണ് ഏറ്റവും നിഷ്കളങ്കമായ സ്നേഹമുണ്ടാവേണ്ടത്. അവന്റെ വിധി ലംഘിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള ഹറാമിൽ ചെന്ന് വീഴുന്നു. എവിടെ സ്നേഹത്തിന്റെ വില? അതുപോലെ അല്ലാഹു ഉണർത്തിയ മാതാപിതാക്കൾ, അവരോടുള്ള ബാധ്യത എത്രയാണ് മാതാപിതാക്കളോടുള്ള ബാധ്യത? അത് കാറ്റിൽ പറത്തിക്കൊണ്ട് എന്ത് സ്നേഹത്തിന്റെ വിലയാണ് നിങ്ങൾ ഈ പറയുന്നത്? എന്ത് സ്നേഹത്തിന്റെ വിലയാണ് ഇതിന് പറയാനുള്ളത്? ആ മാതാപിതാക്കളുടെ കണ്ണുനീർ അതിന് വിലയില്ലാതെ അതിനെ പുച്ഛിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്ന പെൺകുട്ടികളോട് ചോദിക്കട്ടെ, എന്താണ് നിങ്ങൾ പറയുന്ന സ്നേഹം? ഇതാണോ സ്നേഹം? നിങ്ങൾ പറയുന്ന സ്നേഹം എന്നത് യഥാർത്ഥത്തിൽ സ്നേഹമല്ല. ഒരിക്കലും സ്നേഹമല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാർ, ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇത്തരത്തിൽ ആര് നിങ്ങളുടെ അടുക്കിലേക്ക് വന്നാലും, ആര് നിങ്ങളെ സമീപിച്ചാലും അല്ലാഹുവിനെ സൂക്ഷിക്കുക. കാരണം ഒരിക്കലും അത് നമ്മെ നന്മയിലേക്ക് എത്തിക്കുകയില്ല. മറിച്ച് നമ്മുടെ ദീനാണ് ആത്യന്തികമായി അതുകൊണ്ട് ഫസാദാവുക. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഈ പറഞ്ഞ പ്രേമത്തിൽ തുടങ്ങി അവസാനം എവിടെയാണ് ചെന്നെത്തുക? മാതാപിതാക്കളെ ഉപദ്രവിക്കുന്ന അവസ്ഥയിലേക്ക്, ധിക്കരിക്കുന്ന അവസ്ഥയിലേക്ക്. ഇനി ഏതൊരുവന്റെ കൂടെയാണ് പോകുന്നത്? ദീനുള്ള ഒരുവനും ഈ പണിയെടുക്കൂലല്ലോ. അതുകൊണ്ട് പിന്നീട് ദീൻ പാലിക്കാൻ സാധിക്കുമോ? ഇല്ല. അതിനുശേഷം ഈ പറഞ്ഞ ദീനില്ലാതെ അങ്ങനെ മുന്നോട്ട് പോയി അവസാനം ഇനി ഒരു തലമുറ അതിന് നിങ്ങൾ ജന്മം നൽകുമ്പോൾ അവരിൽ എന്ത് നന്മയാണ് പ്രതീക്ഷിക്കേണ്ടത്? എത്ര അപകടകരമാണ് ഇതിന്റെ പിന്നിലുള്ള അനന്തര ഫലങ്ങൾ എന്ന് ചിന്തിച്ചു നോക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങൾ നമ്മോട് വിലക്കിയത് അതിന്റെ പിന്നിൽ ശക്തമായ വ്യക്തമായ യുക്തിയുണ്ട്. അതുകൊണ്ട് പെൺകുട്ടികൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ആര് പഞ്ചാര വാക്ക് പറഞ്ഞ് അരികിലേക്ക് കടന്നു വന്നാലും, സോഷ്യൽ മീഡിയയിലൂടെ ഏത് ചിത്രമയച്ചാലും അള്ളാഹുവിനെ ഞാൻ സൂക്ഷിക്കുന്നു എന്ന് പറയാൻ നമുക്ക് സാധിക്കണം. വിവാഹം കഴിഞ്ഞിട്ടുള്ള സ്നേഹം അതെനിക്കു മതി. എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച, എനിക്ക് ഒരുപാട് ബാധ്യതകൾ നിശ്ചയിച്ചിട്ടുള്ള എന്റെ മാതാപിതാക്കൾ സമയമായാൽ എനിക്ക് നിശ്ചയിച്ചു തരും, എനിക്ക് കണ്ടെത്തിത്തരും എന്ന ഉറപ്പ് നമുക്കുണ്ടാവണം. സഹോദരിമാരെ, നമ്മൾ ചെറുപ്പത്തിൽ വളർന്ന് വലുതാവുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് എല്ലാം നൽകിയവരല്ലേ മാതാപിതാക്കൾ? പ്രത്യേകിച്ച് നോക്കൂ, പെൺമക്കളോട് പറയട്ടെ, പെൺമക്കളുള്ള ഓരോ രക്ഷിതാക്കൾക്കും അത് അനുഭവം ഉണ്ടാകും. ആൺമക്കളെക്കാൾ കൂടുതൽ ലാളനയും സ്നേഹവും അടുപ്പവും ഒരു പിതാവിന്, ഒരു വാപ്പാക്ക് ഉണ്ടാവുക പെൺകുട്ടിയോടാണ്. നമ്മൾ ഓരോരുത്തരും പെൺമക്കളുള്ള രക്ഷിതാക്കളാണല്ലോ.
നമുക്കറിയാം മക്കളോട് നീതി പുലർത്തണം, ശരിയാണ്. പക്ഷേ പെൺമക്കളോട് ഒരൽപ്പം കൂടുതൽ സ്നേഹം ഒരു പിതാവിനുണ്ടാകും, ഒരു വാപ്പാക്കുണ്ടാകും. ആ സ്നേഹം പോലും, ആ ഒരു ലാളന പോലും വകവെക്കാതെയല്ലേ സഹോദരിമാരെ ഈ പറഞ്ഞ ആളുകൾ ഇറങ്ങിപ്പോകുന്നത്? അതിന്റെ ശേഷം ആ കുടുംബത്തിനുണ്ടാകുന്ന മാനനഷ്ടം എത്ര പ്രയാസകരമാണ്, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? പിന്നീട് മരിക്കുന്നത് വരെ ആ പേര് മാറാതെ എത്ര പ്രയാസപ്പെട്ടിട്ടാണ് ആളുകൾക്കിടയിൽ ജീവിക്കുന്നത് എന്ന് നമ്മൾ ഇന്നും പലരെയും നമുക്ക് കാണാം. ഒരു കുടുംബത്തിന്റെ ഘടന, നിലനിൽപ്പ് മുഴുവനും തകർത്ത് തരിപ്പണമാക്കിയിട്ട് എന്ത് സമാധാനമാണ് പിന്നീട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്, അഥവാ ഈ ആളുകളുടെ ജീവിതത്തിൽ അവർ പ്രതീക്ഷിക്കുന്നത്? ഇതിനൊന്നും ദുനിയാവിൽ തിരിച്ചു കിട്ടുകയില്ല എന്നാണോ? മാതാപിതാക്കളെ അന്യായമായി ഇതുപോലെ കരയിച്ചാൽ നാളെ അതിനേക്കാൾ ഇരട്ടി നിങ്ങൾ കരയുകയില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ കാണുന്നില്ല എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അല്ലാഹു റബ്ബുൽ ആലമീൻ നിങ്ങളെ കുറിച്ച്, നിങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധനാണ് എന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? ഒരിക്കലും വഞ്ചിതരായി പോവരുത്. അല്ലാഹു റബ്ബുൽ ആലമീൻ അവൻ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നവനാണ്, അവൻ രേഖപ്പെടുത്തുന്നവനാണ്. അവൻ ഇഹലോകത്ത് തന്നെ അതിന് തിക്തഫലം നൽകും, പരലോകത്ത് അതിനേക്കാൾ വലുതായിരിക്കും. അതുകൊണ്ട് എന്റെ സഹോദരിമാർ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ പഠിക്കണം, നമ്മൾ വായിക്കണം. പരിശുദ്ധ ഖുർആനിൽ 12-ാം അധ്യായം സൂറത്ത് യൂസുഫ്, അതിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം പറയവേ അള്ളാഹു ഓർമ്മപ്പെടുത്തിയില്ലേ, അദ്ദേഹം സ്വന്തം നാട്ടിലായിരുന്നില്ല, അദ്ദേഹം മറ്റൊരു നാട്ടിലാണ്. അദ്ദേഹം നല്ല സൗന്ദര്യമുള്ള വ്യക്തിയാണ്. അദ്ദേഹത്തെ ആ നാട്ടിലെ ഏറ്റവും നല്ല സ്ഥാനമുള്ള, സൗന്ദര്യമുള്ള, സമ്പത്തുള്ള ഒരു സ്ത്രീ ക്ഷണിക്കുകയാണ് വ്യഭിചാരത്തിനു വേണ്ടി. എല്ലാ സന്ദർഭങ്ങളും അവിടെ യോജിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പറഞ്ഞ വാക്കെന്താണ്? മആദല്ലാഹ്, അല്ലാഹുവിൽ അഭയമെന്നാണ്. അത് പറയാൻ സഹോദരിമാരെ, സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം. പലരും പലതുമായി നിങ്ങളുടെ അരികിലേക്ക് വന്നാലും അതിൽ വീണുകൊടുക്കരുത്, അതിന് വീണുകൊടുക്കരുത്. എത്ര എത്ര സംഭവങ്ങളാണെന്ന് കേൾക്കുന്നത്, എത്ര എത്ര സംഭവങ്ങൾ. എന്തെങ്കിലും 4 വർത്തമാനം പറയുമ്പോഴേക്ക് പെൺകുട്ടികൾ പൊതുവെ മനസ്സലിയുന്നവരാണല്ലോ. യഥാർത്ഥത്തിൽ നോക്കൂ നിങ്ങൾ, ഇത്രയേറെ ഇന്നലെ കണ്ടവനോട് തോന്നുന്ന ഒരു അലിവിന്റെ ഒരു അര അംശം മാതാപിതാക്കളോട് അവർക്ക് തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ ചിന്തിച്ചു നോക്കൂ, എത്രമാത്രം അവർ വഞ്ചിക്കപ്പെട്ടിട്ടുണ്ട്. വർഷങ്ങളോളം പോറ്റി വലുതാക്കിയ, വളർത്തി വലുതാക്കിയ മാതാപിതാക്കളോടില്ലാത്ത ഒരു അലിവും അനുകമ്പയും ആത്മാർത്ഥതയുമാണ് ആരോട്? ഇന്നലെ കണ്ടവനോട്. ഞാനെങ്ങനെ അവനെ പറ്റിക്കും, അവന് ഞാൻ വാക്കുകൊടുത്തു പോയില്ലേ? സഹോദരിമാരെ, അതിനേക്കാൾ വലിയ കരാറല്ലേ ഇപ്പുറത്തുള്ളത്? അതിനേക്കാൾ വലിയ ഉടമ്പടിയല്ലേ ഇപ്പുറത്തുള്ളത്? അതിനേക്കാൾ വലിയ ബാധ്യതയല്ലേ ഇപ്പുറത്തുള്ളത്? അതുകൊണ്ട് ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ നോക്കൂ, വിശാലമായ ഒരു വിഷയമാണിത്. ഒരുപാട് ഒരുപാട് സഹോദരിമാർ, വിവാഹം കഴിഞ്ഞവർ വരെ പിഴച്ചു പോകുന്ന ഒരു മേഖലയാണിത്. പിഴച്ചു പോകുന്ന മേഖലയാണ്. കാരണം അത് വലിയ ഫിത്നയാണ്. പെൺകുട്ടികൾ, സ്ത്രീകൾ പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ അവർ വഞ്ചിതരായി പോവാറുണ്ട്. തിരിച്ചും അങ്ങനെ സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് ആ കാര്യത്തിലെല്ലാം നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക. മധുരമേർന്ന ജീവിതം, മധുരമായ ജീവിതം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിലൂടെയാണ്. നിങ്ങൾ തിരഞ്ഞെടുത്ത് ഒന്നിനും കൊള്ളാത്ത ഒരുവനെ, എത്രത്തോളം പല കാഴ്ചകളും സഹോദരങ്ങളെ, സുബ്ഹാനല്ലാഹ്, നമ്മൾ ചിന്തിക്കും എത്ര ഭംഗിയുള്ള പെൺകുട്ടിയാണ്. ആ ഭംഗിയുള്ള പെൺകുട്ടി ഭംഗി പോലും നോക്കാതെ, അതൊരു വിവാഹത്തിൽ പരിഗണിക്കേണ്ടതാണ്. ഒരാളുടെയും സൃഷ്ടിപ്പിനെയോ നിറത്തെയോ നമ്മൾ പരിഹസിക്കുന്നില്ല, അത് പാടില്ലാത്തതാണ്. പക്ഷേ അതുപോലും പരിഗണിക്കാതെ, അങ്ങനെ മതം പരിഗണിക്കുന്നില്ല, നാട് പരിഗണിക്കുന്നില്ല, വയസ്സ് പ്രായം വരെ പരിഗണിക്കാതെ എന്തൊക്കെ കാര്യങ്ങളാണ് സഹോദരങ്ങളെ ഇന്ന് കാണുന്നത്. എത്ര അപകടകരമാണ്, എത്ര ഖേദകരമാണ് ഇത്തരം അവസ്ഥകൾ. ഇനി നോക്കൂ, ഇതുപോലെയുള്ള പ്രേമത്തിൽ അകപ്പെട്ട് പഴയ കാലത്തൊക്കെ ആ പ്രേമത്തിൽ ഒതുങ്ങാറുണ്ടായിരുന്നു. ഒരു വലിയ ഹറാമാണെങ്കിലും അതിൽ ഒതുങ്ങി നിൽക്കാറുണ്ടായിരുന്നു. ഇന്ന് ഈ സോഷ്യൽ മീഡിയയിലെ ഇതുപോലെയുള്ള കൂട്ടുകെട്ട്, ഇതുപോലെയുള്ള സഹവാസം, ഇതുപോലെയുള്ള ചങ്ങാതിമാർ
പ്രേമം എന്ന പേരിൽ അങ്ങനെ പ്രേമിച്ച് പിന്നീട് കൊണ്ടുപോകും എവിടേക്കാണ് സഹോദരങ്ങളെ? ഇന്നലെയും വരെ വേണ്ട കേരളത്തിൽ പഠനം നടത്തിയപ്പോൾ 1000 ചില്ലാനം സ്കൂളുകളിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ട്, ഉപയോഗിക്കപ്പെടുന്നുണ്ട് എന്നാണ്. നമുക്ക് ഇതുപോലെയുള്ള പ്രേമത്തിൽ അകപ്പെട്ട പെൺകുട്ടികളിൽ പലരും ലഹരി മരുന്നിന് അടിമപ്പെട്ടിരിക്കുകയാണ്. എത്രത്തോളം സുബ്ഹാനല്ലാഹ്, അടുത്തിടെ ഒരു ട്രെയിൻ യാത്രക്കിടയിൽ ഒരു TTR പറയുകയാണ് ഒരു സംഭവം. എന്താണെന്നറിയോ? നിങ്ങൾ അത്ഭുതപ്പെട്ടു പോയി. ഒരു വാപ്പ ഒരു സ്റ്റേഷനിൽ വെച്ച് അയാളുടെ മകളെ നല്ല കണ്ടാൽ തന്നെ സാമാന്യം മര്യാദയുള്ള നല്ല തറവാടിത്തമുള്ള ഒരു കുടുംബത്തിൽ നിന്നാണ് എന്ന് രണ്ടുപേരെയും കണ്ടാൽ മനസ്സിലാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെ ഒരു സ്റ്റേഷനിൽ നിന്ന് ടാറ്റ കൊടുത്ത് AC കോച്ചിൽ കയറ്റിവിട്ടു എന്നാണ്. അങ്ങനെ ഇദ്ദേഹം കോയമ്പത്തൂർ എത്തി. അടുത്ത ഷിഫ്റ്റ് കഴിഞ്ഞ് അയാൾ വീണ്ടും കയറിയപ്പോൾ രണ്ടുപേരെ സംശയാസ്പദമായി കണ്ടപ്പോൾ ഒന്ന് തുറിച്ചു നോക്കിയപ്പോൾ ഇന്നലെ ആ സ്റ്റേഷനിൽ നിന്ന് നല്ല വൃത്തിയിൽ ബാഗും പെട്ടിയും ടാറ്റയും ഉമ്മവും അതുപോലെയുള്ള ലാളനയും ഇതൊക്കെ കഴിഞ്ഞ് കയറി വന്ന ആ പെൺകുട്ടി മയക്കുമരുന്നിൽ മുങ്ങിക്കുളിച്ച് ബോധമില്ലാതെ അതുപോലെയുള്ള ഒരു ചെറുപ്പക്കാരന്റെ കൂടെയാണ്. നഊദു ബില്ലാഹ്. എത്രയാണ് ഇന്നലെയും കണ്ടു. ഇന്നലെയും എത്ര സംഭവങ്ങൾ സഹോദരങ്ങളെ. കേരളത്തിലെ 1000 ചില്ലാനം വരുന്ന സ്കൂളുകളിൽ മയക്കുമരുന്ന് വിൽപ്പന നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ വെറുതെ ഇങ്ങനെ വലിച്ചെറിയാണോ ചെയ്യുന്നത്? വെറുതെ ഇങ്ങനെ വിൽപ്പന എന്ന് പറഞ്ഞ് മേലേക്കെറിയാണോ? അല്ല, അവിടെയുള്ള കുട്ടികൾ ഉപയോഗിക്കുന്നു എന്നാണ്, മയക്കുമരുന്നിന് അടിമപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് സഹോദരിമാർ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ആ മയക്കുമരുന്നിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് എന്താണ്? പവിത്രമായ നിങ്ങളുടെ ശരീരമാണ്. പവിത്രമായ ചാരിത്ര ശുദ്ധിയുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പവിത്രമായി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഒരു കഴുക കണ്ണിനും കൊത്തിവലിക്കാൻ കൊടുക്കാതിരിക്കാൻ നിങ്ങളോട് കൽപ്പിച്ചിട്ടുള്ള നിങ്ങളുടെ ശരീരമാണ് അവർ അതിലൂടെ ആഗ്രഹിക്കുന്നത്. ഒരു സംശയവുമില്ല. ഈ പറയുന്ന എല്ലാ തോന്നിവാസികളും ഉദ്ദേശിക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് നോക്കൂ, നിങ്ങൾ ഈ കൂട്ടുകെട്ടുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഇതുപോലെയുള്ള തിന്മകൾക്ക് അടിമപ്പെട്ടു പോവുകയാണ്. അതുപോലെ തന്നെ മ്ലേച്ഛമായ വൃത്തികെട്ട LGBTQ പോലെയുള്ള അതുപോലെ അതിന്റെ പിന്നാലെ എന്തൊക്കെയുണ്ടോ അതൊക്കെ, അതുപോലെ ലെസ്ബിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതുപോലെ പ്രേമം, അതുപോലെ മയക്കുമരുന്ന്. ഇന്ന് സമൂഹത്തിലെ വിദ്യാർത്ഥിനികളെ പിടിമുറുക്കിയിട്ടുള്ള പ്രധാനപ്പെട്ട 4 കാര്യങ്ങളാണിത് സഹോദരങ്ങളെ. ഇതല്ലാത്തതും ധാരാളമുണ്ട്. എത്ര സംഭവങ്ങൾ പുറത്തു വരാതെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? പലരും വ്യക്തിപരമായി മറച്ചുവെക്കുകയാണ്. കാരണം ഈ ഭാരം പേറി പിന്നീട് ജീവിക്കാൻ സാധിക്കുകയില്ലല്ലോ. അതിനു മാത്രം പ്രയാസവും ദുഃഖകരവും സങ്കടകരവുമാണ്. ഒരു കുടുംബത്തിന്റെ വ്യവസ്ഥകൾ മുഴുവനും തകർന്നു പോവുകയാണ്. ഒരു വാപ്പയുടെ ഒരു ഉമ്മയുടെ സ്വപ്നങ്ങൾ മുഴുവനും തകരുകയാണ്. ഒരുപാട് കാലം ഗൾഫിൽ പോയി അധ്വാനിച്ച് നല്ല വീട് വെച്ചു, മക്കളെയൊക്കെ പഠിപ്പിച്ചൊരു നിലയിൽ എത്തിക്കണമെന്ന് ആഗ്രഹിച്ച് അവരെ നല്ല ക്യാമ്പസുകളിലേക്ക് പറഞ്ഞയച്ചു. അത്യാവശ്യം കാര്യങ്ങളൊക്കെ സെറ്റായി നാട്ടിൽ വന്ന് താമസിക്കണമെന്ന് വിചാരിക്കുമ്പോഴായിരിക്കും ഇടുത്തി വീഴുന്നത് പോലെ ഇതുപോലെയുള്ള ഒരുത്തം മതി, ഒരൊറ്റൊരുത്തം മതി, അതല്ലെങ്കിൽ ഒരുത്തി മതി, ഒരു പെണ്ണ് മതി, ആ കുടുംബത്തിന്റെ എല്ലാ സമാധാനവും നശിക്കാൻ, എല്ലാ ആശ്വാസവും നശിക്കാൻ. പിന്നീട് ആ കുടുംബം ആ കണ്ണീരിൽ നിന്ന് തലമുറകളോളം അതിന്റെ പ്രയാസം അനുഭവിക്കേണ്ടി വരികയില്ലേ പ്രിയമുള്ളവരെ? എത്ര കടുത്ത ദുൽമാണ്, അതിക്രമമാണ്. അതുകൊണ്ട് നമ്മുടെ കൈകളിൽ നിന്ന് ഒരിക്കലും ഇതുപോലെയുള്ള അതിക്രമം വന്നു പോവരുത്. നമ്മളത് തീരുമാനിക്കണം. ദൃഢനിശ്ചയം നമുക്കുണ്ടായിരിക്കണം. നമുക്ക് ഹലാലായത് മതി. ഹലാലായതിന് മാധുര്യമുണ്ട്. ഹലാലായതിന് മാത്രമേ മാധുര്യമുള്ളൂ. നിങ്ങൾ നോക്കൂ, ഉദാഹരണത്തിന് ഒരാൾ പൈസ കൊടുത്ത് ഒരു സാധനം വാങ്ങാൻ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞോക്കണ്ടില്ല. അയാൾക്ക് അന്തസ്സായിട്ട് പോയിട്ട് വാങ്ങിയിട്ട് വരാം. നേരെ മറിച്ച് ഒരാൾ മോഷ്ടിക്കാൻ പോവുകയാണെങ്കിലോ 40 വട്ടം തിരിഞ്ഞു നോക്കണം, അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണം. എന്നിട്ട് അത് എടുത്താലോ പിന്നീട് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അത് അനുഭവിക്കുമാണ് എന്നതുപോലെ അതിനേക്കാൾ ഗൗരവമാണ്.
ഹറാമായ ഒരു ബന്ധം, ഹറാമായ ഒരു കൂട്ടുകെട്ട്, അതിന്റെ പിന്നിൽ എന്തൊക്കെ അനന്തര ഫലങ്ങളാണ്. പ്രത്യേകിച്ച് ഈ ഫിത്നകൾ നിറഞ്ഞ കാലഘട്ടത്തിൽ സഹോദരിമാർ പ്രത്യേകിച്ച് അതുപോലെ സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തട്ടെ, ഇന്ന് നമ്മുടെ സമുദായത്തിലെ പെൺകുട്ടികൾ അവർ പ്രത്യേകമായി അവരുടെ വേഷത്തിൽ നമുക്ക് മാറ്റങ്ങൾ കാണാം. ഇന്ന് പാൻസ് ധരിക്കുക, അതുപോലെയുള്ള കുപ്പായം ധരിക്കുക എന്നത് പൊതുവെ പെൺകുട്ടികൾ കണ്ടുവരികയാണ്. രക്ഷിതാക്കളോട് സൂചിപ്പിക്കട്ടെ, നിങ്ങൾ വാങ്ങിക്കൊടുക്കരുത്. നിങ്ങൾ വാങ്ങിക്കൊടുക്കുമ്പോഴാണ് അവർ അത് ധരിക്കുക. അവർക്ക് നല്ല വസ്ത്രം വാങ്ങിക്കൊടുത്തോളൂ. നല്ല വസ്ത്രം വാങ്ങിക്കൊടുക്കാം, നല്ല മുന്തിയത്, നല്ല സാമ്പത്തിക ശേഷിയുള്ളതുപോലെ വാങ്ങിക്കൊടുക്കാം. പക്ഷേ ഇതുപോലെയുള്ളത് വാങ്ങിക്കൊടുക്കരുത്. എന്തുകൊണ്ട്? പുരുഷന്മാരോട് സാദൃശ്യപ്പെടുന്ന സ്ത്രീകളെ അള്ളാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു. തിരിച്ചും അള്ളാഹുവിന്റെ റസൂലിന്റെ ശാപം ഏറ്റുവാങ്ങിയിട്ട് വേണോ മക്കളോട് നമുക്കൊരു സ്നേഹം? അതുകൊണ്ട് ചിന്തിക്കുക, നമ്മളെല്ലാവരും ചിന്തിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആദ്യം പറഞ്ഞതിലേക്ക് തിരിച്ചു വരട്ടെ. നമ്മുടെ കൂട്ടുകെട്ടിനെ കുറിച്ച് നമ്മൾ ശ്രദ്ധിക്കുക. ആ കൂട്ടുകെട്ട് നന്നായാൽ നമ്മെ എല്ലാ നന്മയിലേക്കും അത് നയിക്കും. എത്ര ആളുകളുണ്ട് നല്ല കൂട്ടുകാർ, അവരോടൊപ്പം സഹവസിച്ചതിന് ശേഷം പിന്നെ 5 നേരത്തെ നിസ്കാരങ്ങൾ നിലനിർത്തുന്നവരായി, ജീവിതത്തിൽ വിശുദ്ധി കൈവരിക്കുന്നവരായി, അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവരായി, ഖുർആൻ പാരായണം ചെയ്യുന്നവരായി, മറ്റുള്ള ഹറാമുകളിൽ നിന്ന് ശ്രദ്ധിച്ച് ജീവിക്കുന്നവരായി. അങ്ങനെ നല്ല കൂട്ടുകെട്ടിന്റെ സ്വാധീനം അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. എത്ര ആളുകൾ അങ്ങനെയുണ്ട്, നമുക്കൊക്കെ അതിൽ അനുഭവമില്ലേ? എന്നാൽ തിന്മയും അതുപോലെയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിലായിക്കൊണ്ട്, ഈമാനിലായിക്കൊണ്ട് ഇസ്തിഖാമത്തോടുകൂടി ജീവിച്ചു മരിക്കുക എന്നത് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതുപോലെ അള്ളാഹു നൽകുന്ന കറാമത്താണ്, ആദരവാണ്. മുസ്ലിമീങ്ങളായി മരിക്കാൻ സാധിക്കുക എന്നത് വലിയ തൗഫീഖാണ്. നമ്മൾ വിചാരിക്കും നമ്മളൊക്കെ മുസ്ലിങ്ങളല്ലേ, എങ്ങനെയായാലും മുസ്ലിമായിട്ടല്ലാതെ മരിക്കാൻ നിൽക്കൂല, അത് കുഴപ്പമൊന്നുമില്ല. അല്ല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം ആരാണ്? അദ്ദേഹത്തിന്റെ പ്രാർത്ഥന പരിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിച്ചിട്ടില്ലേ, ഓതിയിട്ടില്ലേ? തവഫനി മുസ്ലിമൻ എന്നാണ്. അള്ളാഹുവെ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണേ. അദ്ദേഹം മുസ്ലിം അല്ലാതെ ഒരിക്കലും മരിക്കുകയില്ലല്ലോ. റസൂല, നബിയല്ലേ, അള്ളാഹുവിന്റെ പ്രവാചകനല്ലേ. എന്നിട്ടും അദ്ദേഹം പ്രാർത്ഥിച്ചത് അങ്ങനെയാണ്, അള്ളാഹുവെ മുസ്ലിമായിക്കൊണ്ട് നീ എന്നെ മരിപ്പിക്കണേ. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, അള്ളാഹുവെ സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നീ എന്നെ ഒരുമിച്ച് ചേർക്കണേ. നമ്മൾ എത്ര കണ്ട് ദുആ ചെയ്യണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമ്മൾ കേട്ടിട്ടില്ലേ? വജുനുബ്നി വബനിയ അൻ നഅ്ബുദൽ അസ്നാം, അല്ലാഹുവേ എന്നെയും എൻ്റെ മക്കളെയും വിഗ്രഹാരാധനയിൽ നിന്ന്, ബിംബാരാധനയിൽ നിന്ന് നീ അകറ്റി നിർത്തണേ. എത്ര നബിമാർ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചില്ലേ? യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്, അല്ലാഹുവേ ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണേ. എന്തിനാണ് പ്രിയമുള്ളവരെ, എന്തിനാണ് സഹോദരിമാരെ, എന്തിനാണ് വിദ്യാർത്ഥിനികളെ ഈ പ്രാർത്ഥനകളൊക്കെ? കാരണം മരിച്ചു പോകുമ്പോൾ ഇസ്ലാമിലായിക്കൊണ്ട് അള്ളാഹുവിന് തൃപ്തികരമായ ജീവിതം നയിക്കുന്ന ആ സമയത്ത് നമ്മൾ മരിക്കണം. എങ്കിലേ രക്ഷയുള്ളൂ, എങ്കിൽ മാത്രമേ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ ഇതുപോലെയുള്ള കൂട്ടുകെട്ടുകളിൽ പെട്ട് നമ്മുടെ ജീവിതം നശിപ്പിച്ചു കളഞ്ഞാൽ ഇഹലോകത്ത് തന്നെ അതിന്റെ തിക്തഫലമുണ്ട്. ഇഹലോകത്ത് തന്നെ അതിന്റെ പ്രയാസങ്ങളും വിഷമങ്ങളും ദുഃഖങ്ങളും പാപഭാരവും അതിക്രമത്തിന്റെ ഇതുപോലെയുള്ള കുറ്റബോധവും മരിക്കുന്നതുവരെ നമ്മെ പിന്തുടരും. നമ്മൾ കാരണം നശിച്ചു പോകുന്ന കുടുംബങ്ങൾ എത്രയാണ്, അതിനാര് കണക്ക് പറയും? ചിന്തിക്കണ്ടേ? അവരുടെ കണ്ണുനീർ അതിന് വിലയില്ലേ? മദ്ലൂമിന്റെ, അതിക്രമം ചെയ്യപ്പെട്ടവന്റെ പ്രാർത്ഥന അള്ളാഹുവുമായി ഏറ്റവും അടുത്താണ്. അള്ളാഹുവിനും അവനുമിടയിൽ മറയില്ല എന്നാണ്. വേദനയോടെ പ്രയാസത്തോടെ മാതാപിതാക്കളെങ്ങാനും പ്രാർത്ഥിച്ചാൽ മക്കളെ എങ്ങനെ രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കും? ദീനിന്റെ പേരിലല്ലല്ലോ, നിങ്ങളുടെ തോന്നിവാസങ്ങൾക്ക് വേണ്ടി മാതാപിതാക്കളെ കൈയൊഴിഞ്ഞ് അവരെ അപമാനിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അള്ളാഹുവേ എന്ന് ആത്മാർത്ഥമായി വിളിച്ച് നിങ്ങൾക്കെതിരെ അവർ ദുആ ചെയ്യുകയില്ല, എന്നാലും ഒരുപക്ഷെ ദുആ ചെയ്തു പോയാൽ അതോടുകൂടി ഇഹലോകവും പരലോകവും നശിക്കും എന്നതുകൂടി ഓർമ്മപ്പെടുത്തട്ടെ. ഒരിക്കലും അത്തരം ഒരു ദുരവസ്ഥയിൽ നമ്മൾ എത്തിപ്പെടരുത്. അതുകൊണ്ട് ഇതിന്റെ എല്ലാം അടിത്തറയായ നമ്മുടെ കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കുക.
അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, അൽ അഖില്ലാഉ യൗമഇദിൻ ബഅ്ദുഹും ലിബഅ്ദിൻ അദുവ്വുൻ ഇല്ലൽ മുത്തഖീൻ. ഉറ്റമിത്രങ്ങൾ, കൂട്ടുകാർ, അവർ പരസ്പരം ശത്രുക്കളായിരിക്കും പരലോകത്ത്. ഇല്ലൽ മുത്തഖീൻ, തഖ്വ പാലിച്ച ആളുകളൊഴികെ. നല്ല കൂട്ടുകാരൊഴികെ ചീത്ത കൂട്ടുകെട്ടുകൾ, മോശമായ കൂട്ടുകെട്ടുകൾ, ആരൊക്കെ കൂട്ടുകെട്ട് അങ്ങനെ ജീവിതത്തിൽ കൊണ്ടു നടന്നുവോ പരലോകത്ത് ശത്രുക്കളായിരിക്കും. ഇന്ന് ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ ഉപയോഗിക്കാനും നമ്മുടെ വസ്ത്രം വലിച്ചെറിയാനും, ഇസ്ലാമിക വസ്ത്രം വലിച്ചെറിയാനും, ദീന് വലിച്ചെറിയാനും, മറ്റുള്ള ഏതെങ്കിലും ഒരുത്തനെ ഇന്നലെ കണ്ടവനെ പ്രേമിക്കാനും അവനുമായി കൂട്ടുകൂടാനും, അതിലുപരി പിഴച്ച ചിന്താധാരകൾ, മതനിഷേധം, നിരീശ്വര നിർമ്മത പ്രസ്ഥാനത്തിലെ അംഗത്വം, അതുപോലെയുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മയക്കുമരുന്ന്, പ്രേമം, ഇങ്ങനെയുള്ള ലഹരി, ഇതിനെല്ലാം പ്രേരിപ്പിച്ച് നമുക്ക് വെള്ളവും വളവും നൽകിയ, നമ്മെ എല്ലാ അർത്ഥത്തിലും അങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോയ ആ കൂട്ടുകാർ നമ്മുടെ ശത്രുക്കളായിരിക്കുമെന്നാണ്. എന്നാൽ മുത്തഖീങ്ങൾ, തഖ്വ പാലിച്ച ആളുകൾ, അവർ അന്ന് പരലോകത്തും കൂട്ടുകാരായിരിക്കും. അവരൊഴിച്ച് ബാക്കി എല്ലാവരും ശത്രുക്കളായിരിക്കും. പരസ്പരം അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്ന ഒരവസ്ഥയുണ്ടാകും, വിരല് കടിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ഈ ലോകത്ത് അള്ളാഹു നമുക്ക് അവസരം തന്നുവെങ്കിൽ തിരുത്താൻ നമ്മൾ തയ്യാറാവുക. അബദ്ധം പറ്റിപ്പോയോ, അള്ളാഹു ഗഫൂറാണ്, റഹീമാണ്. അള്ളാഹു പുറത്തു തരും. അള്ളാഹു കാരുണ്യമുള്ളവനാണ്. അള്ളാഹു അവനിലേക്ക് ആത്മാർത്ഥമായി ഉയർത്തിയ കൈ ഒരിക്കലും ശൂന്യമായി മടക്കുകയില്ല. അബദ്ധം പറ്റിയാൽ, ഏത് തെറ്റും ചെയ്തു പോയാൽ അള്ളാഹു പുറത്തു തരും. അബദ്ധം പറ്റിയെടുത്ത് നിർത്താൻ നമ്മൾ തയ്യാറാവണം. വലം യുസിറു അലാ മാ ഫഅലു വഹും യഅലമൂൻ. അറിഞ്ഞുകൊണ്ട് തിന്മയിൽ തുടരാത്തവരാണ് മുഅ്മിനീങ്ങൾ. അതുകൊണ്ട് ഈ പറഞ്ഞ മേഖലകളിൽ എന്തെങ്കിലും തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട് എങ്കിൽ അത് തിരുത്താൻ തയ്യാറാവുക. നമുക്ക് ബാധ്യതയുള്ളത് നമ്മുടെ റബ്ബിനോടാണ് നമ്മൾ കരാറ് പറഞ്ഞിട്ടുള്ളത്. അതേ റബ്ബേ, നീയാണ് ഞങ്ങളുടെ റബ്ബ്. അതുകൊണ്ട് ആ റബ്ബിനെ അനുസരിക്കാനും അവന് വഴിപ്പെടാനും അവൻ ഹറാമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കാനുമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതാണ് നമ്മൾ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ കരാർ. അതുകൊണ്ട് അബദ്ധങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും തൗബ ചെയ്തു മടങ്ങാനും ഇനി ജീവിതം നന്നാക്കാനും വിശുദ്ധമായ ജീവിതം നയിക്കാനും ഈ അവസരം അള്ളാഹു നമുക്ക് ഉപകാരപ്പെടുത്തുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുകയാണ്. സഹോദരിമാർ പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. മരണം വരെ അള്ളാഹുവിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നല്ല സഹവാസത്തോടെ, നല്ല കൂട്ടുകെട്ടോടെ അങ്ങനെ മുത്തഖീങ്ങളായി ജീവിക്കാനും അതിലൂടെ അള്ളാഹുവിന്റെ സ്വർഗം കരസ്ഥമാക്കാനും അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. വല്ലാഹു തആല അഅല വഅഅലം വസല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.